ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിനാൻഷ്യൽ ഡീലിങ്സുമായിട്ട് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പുതിയ വിഷയമാണ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന വിഷയത്തെക്കുറിച്ചും എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നും എങ്ങനെയാണ് അതിനെക്കുറിച്ച് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും ഒക്കെ വളരെ കൃത്യമായി നമ്മോട് സംസാരിക്കുന്നത് വിജയ തോമസ് സാറാണ്. തോമസ് സാറ് സുദീർഘമായ ബാങ്കിങ് രംഗത്തുനിന്ന് റിട്ടയർമെന്റിന് ശേഷം സോഷ്യൽ ലിറ്ററസി കൗൺസിലർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹിക സേവനവും കൂടെ സാറ് ചെയ്യുകയാണ്. വളരെ കാലം കാനറ ബാങ്കിലെ മാനേജറായിരുന്നു. അതിനുശേഷം സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു സേവനം കൂടെ ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മളോട് കൂടി ചേർന്ന് ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചെല്ലാം നമുക്ക് സാറ് തരുന്ന സേവനങ്ങൾ വളരെ സുത്യർഹമായി ഓർക്കുകയാണ്. സാറിനെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. ഓക്കെ, നമ്മൾ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, അല്ലെ പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ തൊഴിലിനെ പറ്റി, അവർ എവിടെ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ആളെങ്കിലും വിദേശത്ത് ജോലിയുള്ളവരാ. ഒരു വീട്ടിൽ മിക്കവാറും ഏതൊരു വീടെടുത്താലും ഒരാളെങ്കിലും വിദേശത്ത് ജോലി ചെയ്യും. ശരിയല്ലേ സാറേ? മിക്കവാറും ആൾക്കാരുടെ വീടുകളിൽ അങ്ങനെയല്ലേ? തീർച്ചയായും ഒരാള് എങ്കിലും വിദേശത്ത് ജോലിയിലുണ്ടാവും. അപ്പൊ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, ഫോറിൻ എക്സ്ചേഞ്ച് എന്നത്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്തെങ്കിലും പൊതുവെ ബാങ്കിൽ ജോലി ചെയ്ത പലരോടും ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് ആർക്കും പൊതുവെ അത്ര ഇതായിട്ട് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ബാങ്കിലെ പല സ്റ്റാഫുകളും പേടിച്ചു നിൽക്കുന്ന ഏതാണ്ട് ഒരു സാധനമാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച്. പക്ഷെ അത്ര പേടിക്കേണ്ടതോ അത്ര വലിയൊരു കാര്യമൊന്നും അല്ലത്. ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ കാരണം, ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് വിഭാഗത്തിൽ ഒരു 3 കൊല്ലം ജോലി ചെയ്തിരുന്നു, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വായനയും അങ്ങനെയുള്ള ചില ഒരു വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞു, വിദേശത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ സാലറി അത് ഏത് കറൻസി ആയിരിക്കും? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഡോളർ ആയിരിക്കും അല്ലെ? ഡോളർ കിട്ടുന്നവരുണ്ട്. ഇപ്പൊ ഗൾഫ് മേഖലകളിലൊക്കെയാണ് ഡോളർ ആയിക്കൊള്ളണം നിർബന്ധമില്ല. അവർക്ക് അതാത് രാജ്യത്തെ കറൻസി അതാത് രാജ്യത്തെ കറൻസി ആയിരിക്കും അവർക്ക് അത്. അപ്പൊ അതാത് രാജ്യത്തെ കറൻസി നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ആൾക്കാർ, അത് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവര് എല്ലാം എന്താണ് ചെയ്യുന്നത്? ആ പണം നമ്മുടെ രാജ്യത്തേക്ക് മിക്കവാറും നമ്മുടെ നാട്ടിലേക്ക് അയക്കും. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ കറൻസി ആയിട്ടത് മാറും. ഇപ്പം ഗൾഫിലെ നമ്മുടെ UAE-യിലാണെങ്കിൽ അവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ ദിർഹം. അപ്പൊ ദിർഹമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ദിർഹം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രത്യേക കാര്യമില്ല. അപ്പം ആ ദിർഹത്തെ നമ്മുടെ റുപ്പിയായിട്ട് മാറ്റിയാലാണ് നമുക്ക് ആ പൈസ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടി വരുന്ന ഒരു മെക്കാനിസമാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എല്ലാം കേട്ടിട്ടുള്ള മറ്റൊരു എക്സ്ചേഞ്ച് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്
കേട്ടിട്ടില്ലേ? ഇവിടെ ഷെയർ ബിസിനസ് ചെയ്യുന്നവർ കാണുമായിരിക്കും ചിലപ്പോൾ, ഷെയർ ബിസിനസ് ഉള്ളവർ. അപ്പൊ ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ മാർക്കറ്റിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വേദിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലത്തെ ഉള്ള ഒരു വേദിയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഞാൻ PPT ഒന്ന് ഷെയർ ചെയ്യാം. തോമസ് സാറേ, പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, നമ്മളെ സാബു സാറൊക്കെ പണിയെടുത്ത ടെലിഫോൺ എക്സ്ചേഞ്ച്. ടെലിഫോൺ എക്സ്ചേഞ്ച് അതുകൊണ്ടായിരുന്നു ടെലിഫോൺ എക്സ്ചേഞ്ച്. ഓക്കെ, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ മറ്റതുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാൻ. ഓക്കെ, സാറ് പറഞ്ഞ ശരിയാ, ഒരു എക്സ്ചേഞ്ച് തന്നെയാണ് അതും. ശരിക്കും ഒരു ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആണ് അല്ലേ? നമ്മുടെ ലാംഗ്വേജ്, നമ്മളിലുള്ള ലാംഗ്വേജ് വേറെ ലാംഗ്വേജിലേക്ക് മാറ്റി അല്ലെ എക്സ്ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊരു എക്സ്ചേഞ്ചാണ്. ഓക്കെ, അപ്പം ഇത് കാണാമല്ലോ അല്ലേ സാറേ? ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ആ മീഡിയം എന്താന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മൾ എന്ത് ഇതിനും നമ്മുടെ ഒരു വ്യാപാരത്തിന് നമുക്കൊരു മീഡിയം വേണം. ആ മീഡിയമാണ് നമ്മുടെ കറൻസി. എന്തെങ്കിലും ഒരു മീഡിയം, ഏറ്റവും ആദ്യകാലങ്ങളിൽ നമ്മൾ നോക്കുകയാണ്, ഒരു സാധനം അങ്ങ് കൊടുക്കുമ്പോൾ പകരം വേറൊരു സാധനം ഇങ്ങോട്ട് മേടിക്കുമായിരുന്നു. പഴയ ബാർട്ടർ സിസ്റ്റം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ബാർട്ടർ മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ കറൻസി വന്നു അല്ലേ? അപ്പൊ ഈ കറൻസിയാണ് നമ്മുടെ മീഡിയം ഓഫ് സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ ഈ സർക്കുലേഷൻ സെയിം കറൻസി ആണെങ്കിൽ വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താൽ മാത്രം. പക്ഷേ ഇത് വേറൊരു കറൻസി ആണെങ്കിൽ ആ കറൻസിയെ നമ്മുടെ കറൻസി ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ് ഇനിയാണ് നമ്മൾ പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച്, it is a conversion of one currency into another currency. ഈ കറൻസിയുടെ വാല്യൂ നമ്മൾ നിശ്ചയിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഫാക്ടേഴ്സ് നമുക്കറിയാം, എല്ലാ മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് തീരുമാനിക്കുന്ന ഏതാണ് സാറേ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സപ്ലൈ കൂടുകയാണെങ്കിൽ, ഡിമാൻഡിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രൈസ് കുറയും. പ്രൈസ് കുറയും. സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയും. പ്രൈസ് കുറയും. നേരെ മറിച്ച് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ഓക്കെ, അതാണ് മെക്കാനിസം. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ചിലാണെങ്കിലും നമ്മുടെ കറൻസി, ആ കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീലിങ്സ്, ട്രേഡ്, ആ കറൻസി ഉപയോഗിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ്, ആ കറൻസി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ടൂറിസ്റ്റ് ആയിട്ടുകൾ വന്ന് അവരുപയോഗിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആ മീഡിയത്തിന്റെ മാർക്കറ്റ് സോഴ്സസ് ആണ് നമ്മുടെ പ്രൈസിനെ തീരുമാനിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട. അതുകൂടാതെ തന്നെ നമ്മുടെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കും ഇതിൻ്റെ വാല്യൂവിനെ നിശ്ചയിക്കാനുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റിസർവ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. റിസർവ് ബാങ്ക് അല്ലെ RBI ആണ് ഇതിന്റെ സെൻട്രൽ ഓഫീസ്. അവരാണ് ഇതിന്റെ കൺട്രോൾ. അവർക്കും ഇതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പിടി ഉള്ള സ്ഥാപനം തന്നെയാണ്.
സോ an exchange rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the rate at which one currency is converted into another currency. ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ മെക്കാനിസമാണ് ഇത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുവാനായിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ ആ മെക്കാനിസത്തിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള വേദികൾ അവരവരുടെ ഇവിടെ മെയിനായിട്ട് ഇതിനുള്ള മെക്കാനിസം ഉള്ളവരെന്ന് പറഞ്ഞാൽ ബാങ്കുകാർക്ക് ആ മെക്കാനിസം ഉപയോഗിക്കാനായിട്ട് ഒരു സെൻട്രൽ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ബ്രാഞ്ചുകൾക്കും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് ആ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറുമായിട്ട് ഇടപാട് നടത്താൻ വേണ്ടി മാത്രം, അല്ലാണ്ട് ഇത് ഈ എക്സ്ചേഞ്ച് പ്രോസസ്സ് നടത്തുന്ന അവരാണ്. അവര് വഴിയും ഇത് നമുക്ക് നടത്താൻ പറ്റും. ഒരു കറൻസിയിൽ നിന്ന് ഏത് കറൻസിയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരു കറൻസിയിലേക്ക് ഏത് കറൻസിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനുള്ള നമ്മളൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ബാങ്കിന് അവരുടെ ഈ കറൻസി അവർ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ അവർ മാറ്റി തരികയുള്ളൂ. അതിനെപ്പറ്റി നമ്മുടെ ഇതിനകത്ത് ഞാൻ വരുന്നുണ്ട്, അത് വരുമ്പോഴത്തേനും ഞാൻ പറയാം. എല്ലാ കറൻസിയും നേരിട്ട് അവർക്ക് മാറാൻ പറ്റില്ല. അതല്ല സാറേ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഒരു ഡോളർ കൊടുത്തിട്ട് നമുക്ക് അതിന് പകരം വേറെ ഒരു രാജ്യത്തിന്റെ കറൻസി ഇവിടെ ഇന്ത്യയിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുമെന്നാ സാർ ചോദിച്ചത് എനിക്ക് തോന്നുന്നു. അതാ പറഞ്ഞ ഇന്ത്യയിൽ നമുക്ക് വാങ്ങിക്കാൻ നമ്മൾ അതിന്റെ ഫോറിൻ കറൻസി കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ആ ബാങ്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വാങ്ങാൻ പറ്റും. സാർ ബാങ്ക് അല്ലാതെ പ്രൈവറ്റ് പേഴ്സൺ ഒക്കെ അങ്ങനെ കറൻസി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, അവരെങ്ങനെയുള്ളവരും ഉണ്ട്. മെയിനായിട്ട് അവരുടെയൊക്കെ പവർ എന്ന് പറഞ്ഞാൽ മിനിമം ആയിട്ടുള്ളൊരു പവർ കൊടുത്തിട്ടുണ്ട്. അവരും ഉണ്ട്. അവരെ FF ഇതെന്ന് പറയും, ഫുൾ ഫ്ലഡ്ജ്ഡ് മണി ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഓക്കെ, അങ്ങനെ ഒരു കാറ്റഗറിയും ഉണ്ട്. ചില കടക്കാർ പോലും ഇത് ചെയ്യുന്നവരുണ്ട്. NBFC അതിനകത്ത് വരുന്നതാണോ സാറേ? NBFC ഇല്ലേ, നോൺ ബാങ്കിങ് ഫിനാൻസ്. നോൺ ബാങ്കിങ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധമില്ല സാർ. അവര് ബാങ്കിങ് ബിസിനസ് അല്ലാത്ത മറ്റ് ഫിനാൻഷ്യൽ മേഖല അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് NBFC എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് അതിന് ബന്ധമില്ല. അത് ഫിനാൻഷ്യൽ മേഖലയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് NBFC എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ അതായിട്ട് നമുക്ക് വേണേൽ കൂട്ടാം. നമ്മുടെ ഈ മുത്തൂറ്റില്ലേ, അവരൊരു പക്ക ബാങ്കിങ് അല്ല, അവരെ വേണേ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് പക്ഷേ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെയുള്ളവർക്കും സ്പെഷ്യൽ എടുക്കാം. അതെ, മണിഗ്രാം ഉണ്ട്, യൂനിയനോർ ഉണ്ട്, UAE എക്സ്ചേഞ്ച്, ഇവരൊക്കെ അതിൽ പെട്ടതാണല്ലോ സാർ. അവരല്ല ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസ്. ഓക്കെ, അവരതിനു വേണ്ടി മാത്രമുള്ളവരാ. പിന്നെ UAE എക്സ്ചേഞ്ച് ഒക്കെ പോലും. അപ്പൊ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഇതിനെ ഗവേൺ ചെയ്യാനായിട്ട് ചില ആക്ട്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഏത് ആക്ടാന്ന് പറയാൻ പറ്റും? ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റി ഈ റിസർവ് ബാങ്ക് ഇതിനുള്ള റെഗുലേഷൻ ഇറക്കുന്ന ആക്ട് ഫെമയാണോ? ഫെമ തന്നെയാണ് നമ്മുടെ ആക്ട്. പക്ഷെ ഫെമയ്ക്ക് മുമ്പ് ഒരു ആക്ട് ഉണ്ട്. അതേതാന്ന് നമുക്ക്, ആ ആക്ടിന്റെ പേരാണ് ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അതാണ് 1973 പാസ്സായ ഒരു ആക്ട് ആയിരുന്നു. ഈ ഫെറ ആക്ട് ആണ്. ഈ ഫെറോ ആക്ട് മെയിൻ ആയിട്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നവർക്ക് വേണ്ട റെഗുലേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. RBI കൊടുത്തിട്ടുള്ള ചില റെഗുലേഷൻസ്. ആ റെഗുലേഷൻ മാത്രം മെയിനായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആക്ടാണ് ഫെറ ആക്ട്. അതിനുശേഷം നമ്മുടെ വാജ്പേയി ഗവൺമെന്റ് 1999 അതിനെ മാറ്റിക്കൊണ്ട് ഇത് മൊത്തം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്കാനായിട്ട്, ഇത് വെറും റെഗുലേഷൻ മാത്രം പോരാ,
ഫോറിൻ എക്സ്ചേഞ്ചും ഫോറിൻ ട്രേഡും മാനേജ് ചെയ്യാൻ തക്കവണ്ണമുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷനോട് കൂടെ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ഫെമ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്റ്റാണ് ഇന്ന് നിലവിലുള്ളതും ഈ ആക്റ്റാണ് ഇന്നത്തെ ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള എല്ലാ ഡീലിങ്സും റെഗുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ മാനേജ്മെന്റിനെ പറ്റിയുള്ള റൂൾസ് ഇറക്കുന്നതുമായ ആക്ട് ഇതാണ്. ഇതും പ്രകാരം വേണം എല്ലാം ചെയ്യാൻ. ഫെമ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അത് പലതും നല്ല പണിഷ്മെന്റ് ഉള്ള പണിഷബിൾ ആയിട്ടുള്ള റൂൾ തന്നെ. ഈ ഫെമ വന്നതോടുകൂടെ ഫെറ ഡിസ്കാർഡ് ചെയ്യും. ഇപ്പൊ ഫെറ ഇല്ല, അതിന് പ്രസക്തിയില്ല. ഫെമയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഫെറ ഈസ് ഔട്ട് ഓഫ്. ഈ ഫെമ പ്രകാരമാണ് ഈ ഓതറൈസ്ഡ് ഡീലേഴ്സ്, ഈ ഡീലിംഗ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ട റെഗുലേഷൻ എല്ലാം കൊടുക്കാൻ, ഗവൺമെന്റിന് വേണ്ടിയുള്ള റെഗുലേഷൻ ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഗവൺമെന്റ് കൊടുത്തത് ഈ ഫെമ ആക്ട് പ്രകാരം. അതും പ്രകാരം റിസർവ് ബാങ്കിന് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇറക്കാനുള്ള അധികാരം ഉണ്ട്. കാരണം അവരാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റിസർവ് കൺട്രോൾ ആൻഡ് മാനേജേഴ്സ് ഓഫ് ദിസ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇനി ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറെ ആൾക്കാരെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ലൈസൻസ് അല്ലെ പെർമിഷൻ, അവരെ വിളിക്കുന്ന പേരാണ് ഓതറൈസ്ഡ് ഡീലേഴ്സ്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന ബാങ്കുകളെല്ലാം ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരാണ് ഓതറൈസ്ഡ് ഡീലേഴ്സ്. ഈ ഓതറൈസ്ഡ് ഡീലേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന പവർ വെച്ച് അവരെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമതാണ് ഓതറൈസ്ഡ് ഡീലർ കാറ്റഗറി 1. ഒരുമാതിരി ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം ഇൻക്ലൂഡിങ് ട്രേഡിങ്, സ്പെക്കുലേഷൻ ട്രേഡിങ് വരെ ചെയ്യാൻ അധികാരമുള്ളവരാണ്. ഒന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകൾസ് എല്ലാം ഇതിനുള്ള അധികാരം. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനുള്ള അധികാരം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനുള്ള, അല്ലാണ്ട് സാധാരണ ലോവർ ലെവലിലുള്ള ചെറിയ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഈ ഫുൾ ഫ്ലെഡ്ജഡ് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ചെറിയ ലെവലിലുള്ള അധികാരമുണ്ട്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഫുൾ ഫ്ലെഡ്ജഡ് മണി ചേഞ്ചേഴ്സ്, FFMC എന്ന് പറയും. അതാണ് നമ്മൾ ഈ കടകളിലൊക്കെ ഇത് ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുന്ന ആൾക്കാരല്ല, അവരെല്ലാം ഈ കാറ്റഗറി വരുന്നതാണ് FFMC എന്ന് പറയുന്നത്. ഇത് പ്രകാരം മറ്റേ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്ത ചില കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇതിനുള്ള അധികാരമുണ്ട്. പിന്നെ റൂറൽ ബാങ്ക്സ്, RRBs, നമ്മുടെ കേരള ബാങ്ക് പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീൺ ബാങ്ക് പോലുള്ള ബാങ്കുകൾക്കും ഇതിനകത്ത് ഈ സെക്കൻഡ് ഗ്രേഡിലുള്ള ലൈസൻസ് ഉള്ളവരാണ്. അവർക്ക് അങ്ങനെയുള്ള അവർക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷൻ പ്രകാരമുള്ള ഡീലിങ്സ് അവർക്ക് ചെയ്യാനായി. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് സെലക്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ എക്സിം ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ചില സെലക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യാൻ തക്കൊണ്ടുള്ള കുറെ അധികാരങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെയുള്ള കുറെ തേർഡ് കാറ്റഗറി. ഈ 3 രീതിയിലുള്ള ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് റിസർവ് ബാങ്ക് ഇപ്പോൾ പെർമിഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർ. ഇവരെ ഓതറൈസ്ഡ് ഡീലേഴ്സ്, ബാങ്കുകൾ ഇത് പറയുമെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് ചില അക്കൗണ്ടുകൾ. ഈ ഓതറൈസ്ഡ് ഡീലേഴ്സ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കുറച്ച് ഡോളറുണ്ട്, നമുക്ക് ഈ ഡോളർ റുപ്പിയായിട്ട് മാറ്റണം. ഈ മാറ്റണമെങ്കിൽ ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിന് നമ്മളുടെ മാറ്റുന്ന ഈ ഫോറിൻ കറൻസി, നമ്മുടെ ഇപ്പോൾ ഒരു ചെക്കാന്ന് വിചാരിച്ചു, 1000 രൂപയുടെ ഒരു USD ചെക്കുണ്ട്. ആ ചെക്ക് കൊടുത്തിട്ട് നമുക്ക് റുപ്പിയായിട്ട് മാറ്റുക വേണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
ഇവർക്ക് ഇത് ചെയ്യണമെങ്കിൽ അവർക്ക് US$ ഒരു അക്കൗണ്ട് ഉണ്ടാകണം. ആ US$ അല്ലെങ്കിൽ മറ്റേത് കറൻസിയാണോ അവർ ഹാൻഡിൽ ചെയ്യുന്ന ആ കറൻസിയിൽ ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് ആ കറൻസി ഹാൻഡിൽ ചെയ്യുന്ന രാജ്യത്തുള്ള അക്കൗണ്ടായി. ആ അക്കൗണ്ടിന്റെ പേരാണ് നോസ്ട്രോ അക്കൗണ്ട്. അതായത് US$ ഒരു ഇടപാട് നടത്തണമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ, ഇന്ത്യയിലെ ഈ ബാങ്കിന് ഹാൻഡിൽ ചെയ്യുന്ന ഈ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. ഈ അക്കൗണ്ടിന്റെ പേരാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോസ്ട്രോ അക്കൗണ്ട്. നോസ്ട്രോ എന്ന വാക്കിന്റെ അർത്ഥം അവർ അക്കൗണ്ട് ഓൺ യുവർ ബുക്സ്. അതായത് നമ്മുടെ അക്കൗണ്ട് അവരുടെ ബുക്കിലുള്ളത്. അതാണ് അതിൻ്റെ അർത്ഥം. അവർ അക്കൗണ്ട് ഓൺ യുവർ ബുക്സ്. ഇവിടെയല്ല, ഓവർസീസ്. ഇത് ഒരു കറണ്ട് അക്കൗണ്ട് മാതിരിയാണ്. അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുമൊന്നുമില്ല. അമേരിക്കയിൽ ചെറിയ നോമിനൽ ഇൻട്രസ്റ്റ് കൊടുക്കും. ഇന്ത്യയിലുള്ളതിനാണെങ്കിൽ അതുപോലും കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് നടക്കണം. അതായത് നമ്മൾ ഒരു ഫോറിൻ കറൻസിയിലോ ഡോളറിലുള്ള ഒരു ചെക്ക് നമുക്ക് തന്നപ്പം നമ്മളത് വേറൊരാൾക്ക് റുപ്പിയായിട്ട് കൊടുത്തെങ്കിൽ ഈ അത്രയും ഡോളർ ഈ ബാങ്കിന് കിട്ടണം. അത് കിട്ടണമെങ്കിൽ അവർക്ക് ഡോളറിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാകണം. ഈ ചെക്ക് ഇപ്പം വിദേശത്തുള്ള ഒരു ബാങ്കിന്റെ ചെക്കാന്ന് വിചാരിച്ചു, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, അതിലുള്ള അക്കൗണ്ട് ഇതാണെന്ന് വിചാരിച്ചു. അല്ലെ, ചേസ് മഞ്ഞാട്ടൻ ബാങ്ക്, അതിലുള്ള ഒരു ചെക്ക തന്നെങ്കിൽ അവിടെ പോയി കിട്ടുന്ന ആ ചെക്ക് പാസ്സായി വന്നു കഴിഞ്ഞാൽ അത് വരവ് വെക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാകും. അത് ആ ബാങ്കിൽ തന്നെ വേണമെന്നില്ല, അവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. ആ അക്കൗണ്ടിന്റെ പേരാണ് നോസ്ട്രോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ്, ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർ ഈ ഒരു ഇടപാട് നടത്തണമെങ്കിൽ അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഈ SBIക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാകും. ആ അക്കൗണ്ടാണ് നോസ്ട്രോ. അതുവഴിയാണ് ഇതിൻ്റെ കൈമാറ്റം നടക്കുന്നത്. ഇനി UK ഒരു GBP കൈകാര്യം ചെയ്യുന്നതിനാണ്. ഇപ്പോൾ എക്സാമ്പിൾ കാനറ ബാങ്കിന് ഈ GBP കൈകാര്യം ചെയ്യണമെങ്കിൽ UK ഒരു ബാങ്കിൽ ഈ GBPയുടെ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിന്റെ പേര് ഇതുപോലെ നോസ്ട്രോ. ഇതുപോലെ ഏത് രാജ്യത്ത് ജാപ്പനീസ് yen കൈകാര്യം ചെയ്യണമെങ്കിൽ ജപ്പാനിലെ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. ദാറ്റ് ഈസ് എ നോസ്ട്രോ. അതാണ് നോസ്ട്രോ. നോസ്ട്രോ അക്കൗണ്ട് വഴിയാണ് ഈ ഇടപാടുകൾ എല്ലാം. ഓക്കെ. ഇതുപോലെ നമുക്ക് റിവേഴ്സ് ഒന്ന് തിരിച്ചു നോക്കാം. അമേരിക്കയിലുള്ള ഒരാൾ ഇന്ത്യയിലുള്ള ഒരു ഇടപാട് നടത്തണമെങ്കിൽ ഇവിടെ റുപ്പിയിലേക്ക് വന്ന് ഒരു ഇടപാട് നടത്തണമെങ്കിൽ, അല്ലെ അമേരിക്കയിലുള്ള ഒരു ബാങ്ക് ഇങ്ങോട്ട് റുപ്പി ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇവിടെ ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ പേരാണ് ഓസ്ട്രോ അക്കൗണ്ട്. ഓസ്ട്രോ അക്കൗണ്ട്. ആ ഓസ്ട്രോ അക്കൗണ്ട് വഴിയെ നമുക്ക് നടത്താനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാ ഡീലേഴ്സിനും ഏതെങ്കിലും ഇഷ്ടംമാതിരിയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ഇടപാടുകൾ നടത്താൻ അധികാരം ഇല്ല. അവർക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ബാലൻസ് ഒരു ദിവസത്തെ ഇടപാട് കഴിഞ്ഞാൽ ഇത്ര രൂപ, ഇത്ര ഡോളർ വരെ അല്ലെങ്കിൽ ഇത്ര GBP വരെ ബാലൻസ് ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഫൈൻ വരും. കാരണം റിസർവ് ബാങ്കിന് ഇതിന്മേലെല്ലാം ഒരു കൺട്രോൾ വേണം. നമ്മുടെ റിസർവ്സ് എത്രയാണ്, നമ്മളിലുള്ള സ്റ്റോക്ക് എത്രയാണ്, അങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റോക്ക് ഇവർക്ക് അറിയണമെങ്കിൽ
ഇതിൻ്റെ ഒരു കൺട്രോൾ വേണം. ആ കൺട്രോളിന് വേണ്ടി ഈ നോൺസ്റ്റർ അക്കൗണ്ടിൽ അവർക്ക് സൂക്ഷിക്കാവുന്ന ഒരു ബാലൻസിന് പറയുന്ന അല്ലെങ്കിൽ അവർക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആ പെർമിറ്റഡ് ബാലൻസിന്റെ പേരാണ് കറൻസി പൊസിഷൻ. ആ പൊസിഷനിൽ കൂടുതൽ ബാലൻസ് അവർക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതായത് അവൻ അന്ന് കുറച്ച് ഡോളർ പർച്ചേസ് ചെയ്യുന്നുണ്ട്, കുറച്ച് സെയിൽസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ മിച്ചമുള്ള ബാലൻസ് ആണ് ആ അക്കൗണ്ടിലുണ്ടാകുക. ആ അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മുടെ ഈ പൊസിഷനകത്തായിരിക്കണം. ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാലൻസ് ഇല്ലെങ്കിൽ ഈ ഓതറൈസ്ഡ് ഡീലർക്ക് റിസർവ് ബാങ്കിൽ നിന്ന് ഡോളർ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാണ്ട് പോകും, മിനിമം ബാലൻസ് ഇല്ലാണ്ട് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാം. അല്ലാണ്ട് നമ്മുടെ ആ അക്കൗണ്ടിൽ ബാലൻസ് വളരെ കൂടിപ്പോയാൽ നമ്മുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് റിസർവ് ബാങ്കിന് നമുക്ക് വിൽക്കാം. അപ്പം ഇങ്ങനെ വിറ്റും വാങ്ങിയും ഈ പൊസിഷൻ സൂക്ഷിക്കണം. ഇത് ഓരോ ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഈ പൊസിഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ഇന്നത്തെ നമ്മുടെ റിസർവ്സ് എത്രയാ ഉള്ളത് എന്നുള്ള ഒരു കണക്ക് സൂക്ഷിക്കും. ഇത് ഡെയിലി ആക്ഷൻ, ഡെയിലി ഇത് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ റിസർവ് ബാങ്ക് ഹലോ പറഞ്ഞു സാർ. റിസർവ് ബാങ്കിൽ നിന്ന് അങ്ങനെ വാങ്ങുന്ന, അതായത് ഡെഫിസിറ്റ് വരുമ്പോ അങ്ങനെ വാങ്ങുന്ന പൈസക്ക് പലിശ ഉണ്ടാവും? അങ്ങനെ വാങ്ങുന്നതിന് ഇല്ല സാറേ, ഒന്നുമില്ല. ഇല്ല. എന്ന് മാത്രമല്ല, ഇവര് മാർക്കറ്റിൽ കൊടുക്കുന്ന ആ റേറ്റിലും കുറച്ചുകൂടെ കുറവായിരിക്കും റിസർവ് ബാങ്ക് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ റിസർവ് ബാങ്ക് നമ്മൾ ഇതിനു വേണ്ടി പോകുന്ന ലാസ്റ്റ് ഓപ്ഷനാണ്. അത് ഏറ്റവും അവസാന ബാങ്കുകൾ പോവുള്ളൂ. അവര് അല്ലാണ്ട് മാർക്കറ്റിൽ ഏതെങ്കിലും ബാങ്കിന് സർപ്ലസ് ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്ന് മേടിക്കാൻ നോക്കും. അതാ ചോദിച്ചത്. കാരണം ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ പലിശ ഈടാക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതില്ല അല്ലേ? അതും ഇല്ല. പക്ഷേ ഇതിന്റെ റേറ്റ് വളരെ കൂടുതലാണ്. റേറ്റ് കൂടുതലാണ്. റേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് റിസർവ് ബാങ്ക് കൊടുക്കുന്ന റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഈ റിസർവ് ബാങ്കിൽ നിന്ന് ഇത് വാങ്ങാം, നമുക്ക് ഒന്നുമില്ല വാങ്ങാം, അല്ലെ വിൽക്കുകയും. അപ്പൊ ഇപ്പൊ റിസർവ് ബാങ്കിന്റെ കയ്യിൽ ഇങ്ങനെയുള്ളതിന്റെ എല്ലാം കൂടെ ഉള്ള റിസർവ് ആയിട്ട് ആസ് ഓൺ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റിലെ ഈ അടുത്ത നാളിലുള്ളത് 500 ബില്യനാണ്. 500 ബില്യൺ എന്ന് പറയുമ്പോൾ എത്ര? 50,000 crores ആണ്. 50,000 crores അത്രയും റിസർവ്സ് നമുക്ക് കൂടെ ഉണ്ട്. അത് ഇപ്പൊ നാട്ടിൽ ഇതുവരെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ റിസർവ്സ് ആണ്. ഇത്രയും വലിയ റിസർവ്സ് ഉണ്ടാകാൻ കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പലരും ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ അവർക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പം ഒത്തിരി ഫോറിൻ മണി ഇന്ത്യയിലേക്ക് വരും. സ്റ്റോക്ക് മാർക്കറ്റ് താഴുമ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകും ഈ ഫോറിൻ. അതിനെയും ഈ എക്സ്ചേഞ്ചും ബാധിക്കും. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെയും ബാധിക്കുന്ന ഒരു ഘടകമാണ്. മനസ്സിലായോ? മിക്കവാറും കറൻസി രാജ്യങ്ങളെല്ലാം ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സൂക്ഷിക്കുന്ന ഏത് കറൻസിയിലാന്ന് പറയാം? മിക്കവാറും കറൻസികൾ US ഡോളറിലാണ്. നമ്മുടേത് ഏതാ? നമ്മുടെ ഈ റിസർവ് ഈ 500 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞ മില്യൺ, അത് ഏതിലാ? ഡോളർ. US ഡോളർ. പിന്നെ US ഡോളർ കഴിഞ്ഞാൽ പിന്നെ യൂറോ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ജാപ്പനീസ് യെന്നും സൂക്ഷിക്കും. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ള രാജ്യം ഏതാണ്? UAE എന്നല്ല, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഉള്ളത്, ഏറ്റവും കൂടുതൽ ബിസിനസ്സും ചെയ്യുന്നവർ ഏത് രാജ്യമാണ് സാർ? ചൈന. ചൈനയാണ്. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ റിസോർസ്.
രണ്ടാമത്തെ രാജ്യം ചൈനയുടെ അടുത്തുള്ള രാജ്യം തന്നെയാണ് ജപ്പാൻ. ജപ്പാൻ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഓസ്ട്രോ അക്കൗണ്ട്. ഓസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള ബാങ്ക്, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ബാങ്ക് പോയി വിദേശത്ത് കറൻസിയിൽ വിദേശത്ത് ഒരു അക്കൗണ്ടിൽ എടുക്കുന്ന പോലെ വിദേശത്തുള്ള ബാങ്ക് ഇന്ത്യൻ റുപ്പിയിൽ ഇന്ത്യയിൽ വന്ന് ഒരു അക്കൗണ്ട് എടുക്കും. ദാറ്റ് ഈസ് ഓസ്ട്രോ. ഓസ്ട്രോ അക്കൗണ്ട് ഈസ് യുവർ അക്കൗണ്ട് ഓൺ അവർ ബുക്സ്. അതാണ് അതിന്റെ മീനിങ്. യുവർ അക്കൗണ്ട് ഓൺ അവർ ബുക്സ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരു ആള് ഇവിടെ വന്ന് ഇന്ത്യയിൽ SBIയിൽ വന്ന് ഒരു അക്കൗണ്ട് എടുക്കാൻ, ദാറ്റ് ഈസ് ഓസ്ട്രോ, ഇന്ത്യൻ റുപ്പിയിൽ എടുക്കാം. അതാണ് ഓസ്ട്രോ. ഇനി ഓസ്ട്രോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്തുള്ള ഏതെങ്കിലും കൺട്രിക്ക് ഇവിടെ റുപ്പിയിൽ അവർക്കൊരു ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒക്കെ പറ്റും. അമേരിക്കക്കാരൊന്നും അധികം അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതലുള്ളത് ഗൾഫ് കറൻസിയിലുള്ള, ഗൾഫ് രാജ്യങ്ങളിലുള്ള ബാങ്കുകളാണ്. ഗൾഫ് രാജ്യങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണോ, അതോ ഇത് നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഓസ്ട്രോയും നോസ്ട്രോയും ഒക്കെ എടുക്കേണ്ടി വരും? അതില്ലാണ്ട് പറ്റില്ല സാറേ. പറ്റിയല്ലേ സാറേ? അക്കൗണ്ട് ഇല്ലാതെ എങ്ങനെയാ രൂപ മാറുന്നത്? ഈ പേര് നമ്മളെ കോൺഷ്യസിലായിട്ട് തന്നെ ഇത് അറിയുന്നുണ്ടോന്ന് ചോദിച്ചു, അതോ ഇങ്ങനെ ഉണ്ട്? എല്ലാം അറിഞ്ഞോണ്ട് വല്ലേ ചെയ്യണ്ടേ? നമ്മൾ ഈ ബാലൻസ് സൂക്ഷിക്കണ്ടേ? അല്ല സാറേ, ഇതിനകത്ത് ഇൻഡിവിജ്വൽ ഒന്നും അറിയണമെന്നില്ല. ഇപ്പൊ ഇൻഡിവിജ്വൽ ഒന്നും അറിയണ്ട. നമ്മളിപ്പോ ഇതിനുമായിട്ടുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മളെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറേ, ഇപ്പൊ വിദേശത്തേക്ക് എനിക്ക് US കുറച്ച് പൈസ അടയ്ക്കണം, ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കണം. അപ്പൊ എനിക്ക് വിദേശത്തുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് സ്ഥലം വിറ്റ് കുറെ പൈസ അയക്കണം. ഞാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഇതേ മെത്തേഡ് ഈ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ തന്നെയാണ്. ഇവിടുന്ന് സാധാരണഗതിയിൽ അയക്കുന്ന സമയത്ത് നമ്മുടെ നോസ്ട്രോ അക്കൗണ്ടിൽ നിന്ന്, ഈ ബാങ്കിന്റെ നോസ്ട്രോ അക്കൗണ്ടിൽ നിന്നാണ് അവന് പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ചോദിച്ചത്. ഡോളർ അല്ല, ഇതിപ്പോ എന്താ വെച്ചാല് ഒരു ജനറൽ അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കീപ്പ് ചെയ്യുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കനറ ബാങ്ക് ആണ് അവിടെ, അല്ലേ? അങ്ങനെയല്ലേ? അക്കൗണ്ട് കൂടി വ്യക്തികൾക്കൊന്നും വേണ്ട സാറേ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽസ് ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മള് അതാ ഞാൻ പറഞ്ഞ, നമ്മൾ ബാങ്കിൽ വന്ന ഡീലിങ്സ്, ഞാൻ ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി, നിങ്ങൾ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരുന്ന, ഇത് ഓതറൈസ്ഡ് ഡീലർക്ക് മാത്രം മതി. ആ ഡീലർ ഈ ഓപ്പറേഷൻ നടത്തുന്ന ഇതിൽ കൂടെ ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അങ്ങനെ അതാണ്. ഫണ്ട് പോകുന്നത് ഈ പറയുന്ന അക്കൗണ്ട് വഴിയാണ്. ഈ അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അതായത് നമ്മൾ സാറ് പറഞ്ഞ ഒരാൾക്ക് അങ്ങോട്ട് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അവരുടെ ബാങ്കിന് ഒരു സ്വിഫ്റ്റ് മെസ്സേജ് കൊടുക്കും. ആ സ്വിഫ്റ്റ് മെസ്സേജിൽ ഇന്നയാളുടെ ഇന്ന അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് മെസ്സേജ് കൊടുക്കുന്നത്. ആ മെസ്സേജ് വെച്ച് ആ ബാങ്ക് അവിടുന്ന് ഇത്രയും രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് ദ മെക്കാനിസം. ഓക്കെ, ഫോൺ വിളിക്കുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിലുള്ള സംസാരമുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എക്സ്ചേഞ്ച് ഉണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അറിയേണ്ട കാര്യം അതുപോലെ തന്നെയാ ഇതും. ഓക്കെ, നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ ഏത് ബ്രാഞ്ചിലാണോ ചെല്ലുന്നത് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാകണം. നമ്മൾ അതിന് അവര് പറയുന്ന റുപ്പി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, വിദേശത്തെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ചിലപ്പം ഡോളറിലായിരിക്കും സാലറി കിട്ടുന്നത്. അപ്പൊ അവർക്ക് ഡോളർ അക്കൗണ്ട് എടുക്കണം. പിന്നെ ആ രാജ്യത്തെ ഏതാണോ, ഇപ്പം സൗദി ആണേ റിയാൽ അക്കൗണ്ട് എടുക്കണം. പിന്നെ അതങ്ങനെ എന്തുകൊണ്ടാ അങ്ങനെ വരുന്നത്? അവർക്ക് റിയാലില്ല ശമ്പളമെങ്കിൽ റിയാൽ അക്കൗണ്ട് മതി. അല്ല സാർ, ഡോളറിൽ സാലറി വരുന്നത്, അപ്പൊ ഡോളർ അക്കൗണ്ട് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. അത് വേണം. അത് നമ്മൾ തന്നെ അത് റിയാലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇന്ത്യൻ കറൻസി ആക്കാൻ. അതെന്തുകൊണ്ട് അത്രയും പ്രോസസ്സിംഗ് വരുന്നത്? റിയാല് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ കിട്ടുന്ന ഡോളറിനെ റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അവർക്ക് തന്നെ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് അങ്ങനെയാണ് സാലറി കിട്ടുന്നത്, ഡോളറിലാണ് സാലറി കിട്ടുന്നത്. അത് ഡോളർ അക്കൗണ്ടിൽ തന്നെ വരും. അത് പിന്നെ അവര് തന്നെ കൺവേർട്ട് ചെയ്ത് തരത്തില്ല. നമ്മൾ അതിന് അവിടുത്തെ അക്കൗണ്ടിൽ
ഇപ്പം റിയാലാക്കി മാറ്റിയിട്ട് വേണം നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ഇപ്പൊ ഫെഡറൽ ബാങ്കിലാണേലും SBIT ആണേലും ട്രാൻസ്ഫർ ചെയ്യാൻ. അത് എന്തുകൊണ്ട് അത്രയും പ്രോസസ്സിംഗ് വരുന്നാല് 3 അക്കൗണ്ട് ഒരേ സമയത്ത് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് UAE എക്സ്ചേഞ്ച് അവരുടെ രാജ്യത്തിന്റെ ട്രാൻസാക്ഷൻ എല്ലാം നടത്തുന്നത് അവരുടെ കറൻസി വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കൊറിയൻ എംബസിയിലാണ്. അപ്പം അദ്ദേഹത്തിന് ഡോളറിലാണ് സാലറി വരുന്നത്. അതുകൊണ്ട് ഇത്രയും പ്രോസസ്സിംഗ് വരുന്നത്. ഇപ്പൊ ഇത്രയും അക്കൗണ്ട്, ഇപ്പൊ 3 അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ സാധാരണ അതിനൊക്കെ കമ്മീഷനും പിടിക്കുന്നില്ലേ? കമ്മീഷൻ പിടിക്കും. അപ്പം അത് നമുക്ക് നഷ്ടമല്ലേ വരുന്നത്? നഷ്ടം വരുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അത് നഷ്ടം വരും. കാരണം ആ രാജ്യത്ത് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകില്ല. അത് ശരി. അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് റുപ്പിയിലേക്ക് മാറ്റണമെങ്കിൽ ഈ അവിടുത്തെ കറൻസി വഴി മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടായിരിക്കണം ഇത് കൺവേർട്ട് ചെയ്ത് ആ കറൻസി ആക്കിയാലേ അവിടുന്ന് ഇങ്ങോട്ട് അയക്കാൻ പറ്റും. അതിനേക്കാൾ നിങ്ങൾക്കുള്ള എളുപ്പം ഹസ്ബൻഡ് എങ്ങനെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഡോളർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ആ ഡോളർ അക്കൗണ്ടിൽ നിന്നും ഡോളറായിട്ട് തന്നെ മാഡത്തിന് ചിലപ്പോൾ അയക്കാനായിട്ടുള്ള സംവിധാനം കാണുമല്ലോ. അത് ഹസ്ബൻഡിനോട് അന്വേഷിക്കാൻ പറയണം. അങ്ങനെ സംവിധാനം ഇല്ല. അത് റിയാലിലേക്ക് മാറ്റിയാലല്ലേ ഈ നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന്റെ അക്കൗണ്ടിൽ വന്നാലല്ലേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. അത് പക്ഷേ ഈ ഹസ്ബൻഡിന് അത് ചെക്കായിട്ടായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ആ ചെക്ക് ഇങ്ങോട്ട് അയച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം. അതായത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് ഡോളർ അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡായിട്ട് അത് ചെയ്യാമായിരുന്നു. ആദ്യം ചെക്കായിട്ട് വരുമ്പോ നമുക്ക് ഡയറക്റ്റ് റിയാൽ ആക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം ഡോളർ അക്കൗണ്ട് എടുക്കണമെന്ന് കമ്പൽസറി ആണ്. അതിപ്പോ അങ്ങനെ വന്നിട്ടുണ്ടാവും. കാരണം ആ ഡോളർ അയക്കാനുള്ള സംവിധാനം അവർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ ഇതാക്കിക്കൊണ്ട് റിയൽ ആക്കിയിട്ട് അതും റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം അവർക്ക് കാണുള്ളൂ. ഇനി അത് ഈ കൺവേർഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കറൻസിയിൽ മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ, അതിനാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു US ഡോളർ റുപ്പിയായിട്ട് മാറ്റണമെങ്കിൽ ഇപ്പൊ എത്രയാ? 73 രൂപ. അത്രയും അല്ലെങ്കിൽ 70. ഇപ്പൊ ഇന്ന് 74 ഇന്ന് 75 വരെയുണ്ട്. അപ്പൊ ഈ 74 രൂപ ആയിട്ട് ഇത് വരും. ആ പ്രൈസ് റുപ്പിയിലുള്ള അതിന്റെ പ്രൈസാണ് ഈ 74 രൂപ. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോ യൂറോയുടെ റേറ്റ് ഏതാണ്ട് 100ഓളായി. ഇത് ഡെയിലി എന്നല്ല, മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇതിന്റെ പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതുപോലെ തന്നെയാണ് ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഇത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു മാർക്കറ്റ് മെക്കാനിസമാണ് നടക്കുന്നത്. ഈ നമ്മുടെ ആക്ച്വലായിട്ടുള്ള നമ്മുടെ ആവശ്യത്തിന് ഇത് കൺവേർഷൻ നടത്തുന്നതോടൊപ്പം ഇതിന് സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങും നടക്കുന്നുണ്ട് പാരലായിട്ട്. അപ്പം ഈ സ്പെക്കുലേറ്റീവ് ട്രേഡും ഈ ട്രേഡും കൂടെ കൂടി ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ച് ഓരോ നിമിഷം വെച്ച് ഇതിന്റെ ഈ റേറ്റ് ചേഞ്ച് വന്നു. ഡോളറിന്റെ ചേഞ്ച് ആയിരിക്കും ഇതിനെ കൂടുതലും എഫക്റ്റഡ് ആക്കുന്നത് അല്ലേ? ഡോളറാണ് മിക്കവാറും എല്ലാ കറൻസികളുടെയും റേറ്റ് കണ്ടുപിടിക്കുന്നത്. ആ കറൻസിയെ ഡോളറാക്കി മാറ്റിക്കൊണ്ട് ആ ഡോളറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിന് എത്ര കിട്ടും എന്നുള്ള രീതി. എല്ലാത്തിൻ്റെയും ഒരു എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം US ഡോളറാണ്. ആ കറൻസിയെ ഡോളറാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, അതിനെ ആ ഡോളറിനെ റുപ്പിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, അങ്ങനെ വെച്ചിട്ടാണ് അതിന്റെ വാല്യൂ, റുപ്പിയായിട്ടുള്ള വാല്യൂ കണക്കാക്കുന്നത്.
ആ രീതിയിലാണ് അതിന്റെ മെക്കാനിസം. ഈ റേറ്റ് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എങ്ങനെയാ സാർ? ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ 74 രൂപയ്ക്ക് തുല്യമാണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. ചില ദിവസം അത് 75 വരും. അപ്പൊ ഈ പറയുന്ന റേറ്റ് നിശ്ചയിക്കാൻ ഉള്ള മാനദണ്ഡം ഇപ്പൊ ഓരോ രാജ്യത്തിന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റേറ്റ് ആണല്ലോ. അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല സാറേ. എന്നാലും ഒരു മാനദണ്ഡം ഇല്ലേ? എന്തെങ്കിലും ഒരു മാനദണ്ഡം കാണുമല്ലോ. ആ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റിസർവ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കയ്യിലുള്ള ഈ റിസർവ്സ് കാര്യമായ സ്റ്റോക്ക് നമുക്കില്ലെങ്കിൽ നമ്മൾ വളരെ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഇല്ല, സാധനം ഇല്ല, നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഇല്ല. ഇവിടെ ആൾക്കാരുടെ ആവശ്യം വളരെ കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാ. ഡിമാൻഡ് കൂടുതലാകുമ്പോൾ എന്ത് വരും? വില കൂടുതൽ വരും. നേരെ മറിച്ച് നമുക്കിവിടെ സഫീഷ്യന്റ് റിസർവ്സും സ്റ്റോക്കും ഉണ്ടെങ്കിലോ നമുക്ക് സഫീഷ്യന്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ റേറ്റ് അങ്ങ് കുറഞ്ഞു വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് വരുന്ന ഏത് മെത്തേഡ് വഴിയാണ്? അല്ലെ കേരളത്തിൽ ഏത് മെത്തേഡ് വഴിയാണ്? സാലറി ആയിരിക്കും അവിടെയുള്ള ജോലിക്കാർ. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാലറി തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. സാലറി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നയിക്കുന്ന മറ്റു ഫാക്ടർ ഏതാണ്? പിന്നെ ഫോറിൻ രാജ്യങ്ങളിൽ ഇവിടെ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമല്ലോ, ഷെയർ മേടിക്കും. ഇൻവെസ്റ്റ്മെന്റ് അതിപ്പോ പുതുതായിട്ട് വന്നൊരു സംവിധാനമാണ്. പണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പം വന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ ട്രേഡാണ്. അതായത് നമ്മൾ എന്തുമാത്രം എക്സ്പോർട്ട് ചെയ്തു, നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും നിയന്ത്രിക്കുന്ന ഘടകം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആൾക്കാർ ഒരുപാട് വിദേശ ജോലി ഉള്ളത് കൊണ്ട് അവരുടെ റെമ്യൂണറേഷൻ അയക്കുന്നതും ഇതിനകത്തൊരു പ്രധാന ഫാക്ടറായിട്ട് ഇപ്പോൾ വരും. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത്. അതായത് ഡിമാൻഡ് സപ്ലൈ തന്നെ. ഓക്കെ, ഈ റേറ്റ് രണ്ടുണ്ട്. റിസർവ് ബാങ്കിന് വേണമെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് റേറ്റ് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. പക്ഷെ റിസർവ് ബാങ്ക് ഫിക്സഡ് റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശശിക്ക് ഫുള്ളി ഫ്ലോട്ടിംഗ് റേറ്റ്. ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. ദാറ്റ് ഇസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ ട്രേഡും പിന്നെ ജോബി സാർ പറഞ്ഞ നമ്മുടെ ഇങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഫ്ലോ അതും ഇതിനകത്ത് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഇവിടുത്തെ ഇക്കണോമിക് ഗ്രോത്ത്, ഇവിടുത്തെ ബിസിനസ്, ഇവിടുത്തെ എക്സ്പോർട്ട്, ഇവിടുത്തെ ഇമ്പോർട്ട്, ഇതെല്ലാം ഫോറിൻ എക്സ്ചേഞ്ചിന് റേറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. ഈ ഫോറിൻ എക്സ്ചേഞ്ചിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന റേറ്റ് 2 തരം റേറ്റ് ആണ്. 2-3 തരം റേറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. സെല്ലിംഗ് റേറ്റ്. സെല്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ ഇപ്പൊ കുറച്ച് ഡോളർ ഉണ്ട്. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ബാങ്കിൽ കൊടുത്താൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് എനിക്ക് പുറത്ത് പിന്നെ ഇതുപോലെയുള്ള യു എ എക്സ്ചേഞ്ച് ഒക്കെ പോലെയുള്ളത് കൊടുത്താൽ കിട്ടും. അതെന്താണ് എനിക്ക് അതെന്താണ് സാറൊക്കെ? ആ റേറ്റിന് എന്നാ പറയും? സാറിന്റെ കുറച്ച് കറൻസി ഉണ്ട്, അതുകൊണ്ട് കൊടുത്തു. ആ റേറ്റിന് എന്നാ റേറ്റ് എന്നാ പറയും? വെദർ ഇറ്റ് ഈസ് സെല്ലിംഗ് റേറ്റ് ഓർ ബൈയിങ് റേറ്റ്? സെല്ലിംഗ് റേറ്റ് ആയിരിക്കും. സെല്ലിംഗ് റേറ്റ് അത് തെറ്റാണ്. അങ്ങനെയല്ല. സെല്ലിംഗ് റേറ്റോ ബൈയിങ് റേറ്റോ എന്ന് തീരുമാനിക്കുന്നത് ഇത് ഏത് ഡീലറാണ് ഇടപാട് നടത്തുന്നത് അവൻ ചെയ്യുന്നത് സെല്ലാണോ ബൈ ആണോ എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടോ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. മനസ്സിലായോ? അപ്പൊ സാറ് കൊടുക്കുന്ന ചെക്ക് സാറിപ്പം സാറിന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എനിക്ക് കാനറ ബാങ്കാ. കാനറ ബാങ്ക്. സാറ് കാനറ ബാങ്കിൽ കൊണ്ട് കൊടുത്തു ആ ഡോളർ കാനറ ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാനറ ബാങ്ക് അത് എന്നാ ചെയ്യുന്നത്? സാറിന്റെ കയ്യിൽ നിന്ന് ബൈ ചെയ്യല്ലേ ചെയ്യുന്നത്? സാറിന്റെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുന്നു. അതിന് അവർ അപ്ലൈ ചെയ്യുന്ന റേറ്റ് ദാറ്റ് ഈസ് ബൈയിങ് റേറ്റ് ആയിരിക്കും. ബൈയിങ് റേറ്റാ. ഇനി ജോബി സാറ് കാനറ ബാങ്കിൽ ചെല്ലുന്നു, എൻ്റെ മകന് വിദേശത്തേക്ക് എനിക്ക്
$5000 അയക്കണം. അപ്പോൾ ഏത് റേറ്റ് വരും? അപ്പൊ അവര് വേറെ റേറ്റ് ആയിരിക്കും ഇടുക അവരുടെ. അതായത് ഈ ഡോളർ സാറിന്റെ മകന് അയക്കാൻ വേണ്ടി കാനറ ബാങ്ക് ജോബി സാറിന് തരുന്നു $5000 എന്ന് പറഞ്ഞാൽ കാനറ ബാങ്ക് അത് സെല്ല് ചെയ്യുക ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിന് അപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെല്ലിംഗ് റേറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം. ആര് ഡീൽ ചെയ്യുന്നോ അവരുടേതായിരിക്കണം. അവരാണ് ബൈ ചെയ്യാണോ അവര് സെല്ല് ചെയ്യാണോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ചെയ്യുന്നതല്ല. മനസ്സിലായോ? അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ചെക്ക് നമ്മൾ അവർക്ക് കൊടുത്തു. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സെല്ല് ചെയ്യായത്. പക്ഷെ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവര് ബൈ ചെയ്യായി. അവര് ചെക്ക് ബൈ ചെയ്തിട്ട് അവര് സെല്ല് ചെയ്യുന്ന എന്താണ്? അവര് സാറിന് സെല്ല് ചെയ്ത റുപ്പിയ. സാറിന് വേണ്ട റുപ്പിയല്ലേ? ചെക്ക് ബൈ ചെയ്തിട്ട് ഡോളർ ബൈ ചെയ്തിട്ട് റുപ്പി സെല്ല് ചെയ്യും. നേരെ മറിച്ച് സാറ് ചെക്ക് സെല്ല് ചെയ്തിട്ട് സാറിന്റെ ഇതിൽ നോക്കുമ്പോൾ സാറ് ചെക്ക് ഡോളർ സെല്ല് ചെയ്തിട്ട് സാറ് റുപ്പി ബൈ ചെയ്തു. മനസ്സിലായോ? സാറിന്റെ രീതിയിൽ നോക്കണം. അപ്പൊ ആ രീതിയിലായിരിക്കണം. സാറിനെ സംബന്ധിച്ചിടത്തോളം ആ ഡോളർ സെല്ല് ചെയ്യാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ബൈ ചെയ്യുക. അപ്പം റേറ്റ് വരുന്നത് ഏത് ഡീലറാണോ അവൻ എന്താണ് ബൈ ആണോ സെല്ലാണോ ചെയ്തിട്ട് ആ റേറ്റ് ആയിരിക്കും ഇതിന്. അപ്പൊ സെല്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ആ ഡീലർ സെല്ല് ചെയ്യുന്ന ആണെങ്കിൽ അതിന് സെല്ലിംഗ് റേറ്റ്. ഡീലർ ബൈ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ദാറ്റ് ഈസ് ബൈയിങ്. ഇത് രണ്ടും കൺഫ്യൂസിങ് വരുന്ന ഒരു കേസാണ്. ദാറ്റ് ഈസ് ബൈയിങ് റേറ്റ്. ട്രേഡർ ബൈ ചെയ്യുന്നു. മുമ്പ് പറഞ്ഞ കേസുകളിൽ ജോബി സാറിന്റെ കയ്യിൽ നിന്ന് ചെക്ക് അവർ വാങ്ങിച്ചു. അതിനവർ തരുന്നത് ബൈയിങ് റേറ്റ്. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി ഇത് രണ്ടും കൂടാതെ വേറെ റേറ്റ്, ദാറ്റ് ഈസ് ക്രോസ് കറൻസി റേറ്റ്. അതായത് സാറ് പിന്നെ ഡോളർ കൊടുത്തു, ഡോളറുമായിട്ട് ചെല്ലുന്നു. സാറിന് ആ ഡോളർ വെച്ച് ഇത്രയും യൂറോ വേണം. സാറിന് ആ ഡോളർ കൊണ്ട് റുപ്പി വേണ്ട. സാറിന് ഇത്രയും ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ സാറിന്റെ മകന് കൊടുക്കാൻ അത്രയും എനിക്ക് ജാപ്പനീസ് യെൻ വേണം, അല്ലെ എനിക്ക് അത്രയും യൂറോ വേണം. അങ്ങനെയാണെങ്കിൽ തരുന്ന റേറ്റ് ആണ് എന്താണ്? ദാറ്റ് ഈസ് ക്രോസ് കറൻസി. പക്ഷെ ഈ ക്രോസ് കറൻസി ഒരു ഡീലർക്കും നേരിട്ടൊരു ക്രോസ് കറൻസി റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അവൻ അവിടെ ക്രോസ് കറൻസി റേറ്റ് ഫിക്സ് ചെയ്യുന്നത് സാറ് കൊടുക്കുന്ന ഡോളർ ഇതിനെ അല്ല, സാറ് ഇപ്പം ഡോളർ അല്ല കൊടുക്കുന്ന, യൂറോ കൊടുത്തിട്ട് അതിൽ നിന്ന് ജാപ്പനീസ് എണ്ണ എടുക്കണമെങ്കിൽ സാറ് കൊടുക്കുന്ന യൂറോയെ ആദ്യം ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഡോളറിനെ വീണ്ടും ജാപ്പനീസ് യെന്നായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതെല്ലാം ഡോളറിൽ കൂടെ ഉള്ള ഒരു കൺവേർഷൻ നടന്നിട്ടാണ് ഈ ക്രോസ് കറൻസി റേറ്റ്. ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് കണക്കാക്കിയിട്ട് ശേഷമുള്ള ഒരു റേറ്റ് ആണ് ക്രോസ് കറൻസി റേറ്റ് ആയിട്ട് നമുക്ക് തരുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ക്രോസ് കറൻസി റേറ്റ്. അതായത് രണ്ട് കറൻസി തമ്മിൽ, അതിനകത്ത് റുപ്പി വരുന്നില്ല, ഡിഫറൻറ്റ് രണ്ട് കറൻസി, ഇതിനെയാണ് ക്രോസ് കറൻസി റേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ നോട്ട് ഇൻവോൾവിങ് US ഡോളർ. പക്ഷെ ആ പ്രൈസ് കണക്കാക്കാൻ US ഡോളർ കൺവേർട്ട് ചെയ്തതായിട്ട് കൂട്ടിക്കൊണ്ടാണ് റേറ്റ് അവർ കണക്കാക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് US ഡോളർ ഇൻവോൾവ് ആയിട്ടില്ല. നമ്മൾ യൂറോ കൊടുക്കുന്നു, നമ്മൾ പകരം ജാപ്പനീസ് യെൻ വാങ്ങിക്കും, അല്ലെ ഇറ്റാലിയൻ ലിറ വാങ്ങിക്കുന്നു. ഓക്കെ, ഈ മെക്കാനിസമാണ് ഇറ്റ് ഈസ് ക്രോസ് കറൻസി. അല്ലെ നമ്മൾ യൂറോ കൊടുത്തിട്ട് GBP വാങ്ങിക്കും. ഓക്കെ, ആ പ്രോസസ്സാണ്. ഇനി മറ്റൊരു റേറ്റ് ഉണ്ട്, സ്പോട്ട് റേറ്റ്. ഇനി ഇത് രണ്ടും കറൻസി റേറ്റിനെ പറ്റി നമ്മൾ പറയാം. ഇനി റേറ്റ് തന്നെ പല ടൈപ്പ് റേറ്റ് വരും. ഒന്നാണ് സ്പോട്ട് റേറ്റ്. സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ?
നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? ചെക്ക് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൈസ തരുന്നു. തത്സമയം അത് തന്നെ സ്പോട്ട്. നമ്മൾക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്ന അതാണ് സ്പോട്ട് റേറ്റ്. അതായത് ചെക്ക് മാറാനുള്ള സമയം കൊടുക്കുന്നില്ല അല്ലേ, അതിന് മുമ്പ് തന്നെ തരുന്നു. ഇന്ന് ആ റേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് തരുന്നു. ദാറ്റ് ഈസ് സ്പോട്ട് റേറ്റ്, സ്പോട്ട് പ്രൈസ്. ഇപ്പൊ തന്നെ നമുക്ക് ആ പ്രൈസ് പറഞ്ഞ അവർ തരുന്നു. ദാറ്റ് ഈസ് ദ സ്പോട്ട് റേറ്റ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കറൻസി കൊടുക്കുന്നു, $US കറൻസി കൊടുക്കുന്നു, നമുക്ക് ഇപ്പൊ തന്നെ റുപ്പി തരും. ദാറ്റ് ഈസ് സ്പോട്ട് റേറ്റ്. നേരെ മറിച്ച് നമ്മൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, അതിന്റെ ബില്ല് വരുന്ന റേറ്റാണ്. അതിന്റെ ബില്ല് നമുക്ക് പൈസ എൻക്യാഷ് ആയിട്ട് ക്യാഷ് വരുന്ന 1 മാസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ കാലത്തേക്കുള്ള റേറ്റ് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യാം. അതിനുള്ള വേറെ റേറ്റ്, അതിന്റെ പേരാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് 6 മാസം വരെ ഉള്ള കാലഘട്ടത്തിലേക്ക്, 6 മാസമല്ല, ഇപ്പൊ 1 കൊല്ലം വരെ, 1 കൊല്ലം വരെയുള്ള കാലഘട്ടത്തിന് ശേഷമുള്ള ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഡെലിവറി നടത്തേണ്ട ഒരു കാര്യത്തിന് ഇന്ന് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്ത്, ദാറ്റ് ഈസ് ഫോർവേഡ് റേറ്റ്. ഈ ഫോർവേഡ് റേറ്റിൽ എപ്പോഴും ഒരു പ്രീമിയം ഉണ്ടാവും. കൂടുതലുള്ള ഒരു റേറ്റ് ആയിരിക്കും നമുക്ക്. ദാറ്റ് ഈസ് ഫോർവേഡ് റേറ്റ്. നമുക്കത് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യുന്നത്. 6 മാസം കഴിയുമ്പോൾ എനിക്ക് ബില്ല് കിട്ടും. അത് എനിക്ക് അതിനുള്ള റേറ്റ് ഞാൻ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യും. ദാറ്റ് ഈസ് ഫോർവേഡ്. അന്ന് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമാണ്. സർ, അതിലൊരു സംശയം. ഈ ഫ്ലക്ച്വേഷൻ റേറ്റ് എങ്ങനെയാ അവിടെ ഫിക്സ് ചെയ്യുന്നത്? ഏത് മാനദണ്ഡമായിരിക്കും ഇവിടെ ഫ്ലക്ച്വേഷൻ സാർ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് എങ്ങനെയാ ആന്റിസിപ്പേറ്റഡ് റേറ്റ്? ഇതിന്റെ സാറേ, ഇതിന് ഞാൻ പറയാം സാറേ. ഇവര് ഒരു ഫോർവേഡ് ബൈങ്, നമ്മളിപ്പം ഒരു എക്സ്പോർട്ട് ആണെന്ന് വിചാരിച്ചു, അതിനൊരു ഫോർവേഡ് ബൈയിങ് റേറ്റ് അല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബാങ്ക് അന്നേരം തന്നെ ഒരു ഫോർവേഡ് ബൈയിങ് കോൺട്രാക്ട് ഇവിടെ നടത്തും. അതിന് സംവിധാനമുണ്ട്. ഈ ഫോർവേഡ് ബൈയിങ് കോൺട്രാക്ട് അവർ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിൽ നിന്നും അല്പം കൂടെ കൂട്ടിയിട്ടാണ് അവർ ഫോർവേഡ് സെല്ലിംഗ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതെ, അത് ഏത് റേറ്റ് അറൈസ് ചെയ്യുന്ന റേറ്റ് ഏത് ബേസിലാണെന്നുള്ളതാണ് എനിക്ക് സംശയം. അതിന്റെ ബേസ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ഡിമാൻഡ്, ഫോർവേഡ് റേറ്റിനുള്ള മാർക്കറ്റ് ഡിമാൻഡ് എന്താണോ അത് തന്നെയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിന് തന്നെ ഡിമാൻഡ് കുറയുകയും കൂടുകയും ചെയ്യുമല്ലോ. അപ്പം ഡിമാൻഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രൈസ് എന്താ ചെയ്യുന്ന മാഡം? കുറയല്ലേ? അതെ, കുറയും. ഓക്കെ. അന്നേരം ഈ 6 മാസത്തിന് ശേഷം എടുക്കുമ്പോഴോ? ഈ 6 മാസം എടുത്ത് നമ്മൾ ഒരിക്കലും ഈ റേറ്റ് ഫിക്സ് ചെയ്ത ആ റേറ്റ് തന്നെ നമുക്ക് കിട്ടും. മാഡത്തിന് ഇപ്പൊ 6 മാസം കഴിഞ്ഞ് വരാനുള്ള ഒരു ഇത് എക്സ്പെക്ട് ചെയ്യാന്ന് വിചാരിച്ചു. 6 മാസം കഴിയുമ്പോൾ ഹസ്ബൻഡ് എനിക്ക് 6 മാസം കഴിയുമ്പോൾ ഒരു ഇത്ര ഇത് അയക്കും, ഡോളറായിട്ട് അയക്കാന്നും മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മാഡത്തിന് അതിന്റെ ബേസിൽ അതിന് ചില റെക്കോർഡൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ, അല്ല ചുമ്മാ. അപ്പൊ നമ്മളുടെ ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യണം അവിടെ? ഡെപ്പോസിറ്റ് ഒന്നും വേണ്ട, നമ്മൾ അതിനൊരു പ്രൂഫ് കൊടുത്താൽ മതി. ഇന്നത് എനിക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ ഈ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ബില്ല് കൊടുക്കും, അല്ലെ ബിൽ ഓഫ് ലാഡിങ്, അങ്ങനെയുള്ള റെക്കോർഡ്സ് ഉണ്ട് അവന്. അന്ന് എനിക്ക് കിട്ടും. ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാം. ഇപ്പൊ ഈ സ്പെക്കുലേഷൻ അതൊന്നും വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല, നമുക്ക് നേരെ കയറി ബുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള സ്പെക്കുലേഷൻ അങ്ങനെയാ. അതിന് ഇത് റെക്കോർഡ് ഒന്നും വേണ്ട, നമുക്ക് കയറി നേരെ ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്തിട്ടാൽ മതി. ഓക്കെ. അപ്പൊ ഇതിനാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, ഫോർവേഡ് സെല്ലിംഗ് കോൺട്രാക്ട്, ഫോർവേഡ് ബൈയിങ് കോൺട്രാക്ട്. ഈ നമ്മുടെ ജിയോജിത്ത് പോലുള്ള എക്സ്ചേഞ്ച് കമ്പനി ഇല്ലേ, അവരെല്ലാം ഇതിന് ചെയ്യുന്നുണ്ട്. ഈ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ സ്പോട്ട് ട്രേഡിംഗ് നടക്കുന്നു, സ്പെക്കുലേഷൻ ട്രേഡിംഗ് ബിസിനസ്. അതിനകത്ത് നമുക്ക് വേണേ ഫോറിൻ ഇത് സെല്ല് ചെയ്ത് വിടാം. സെല്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സമയത്തെ ബൈയിങ് റേറ്റ് വെച്ച് നമുക്ക് അതിന്റെ ഡിഫറൻസ് നേടാൻ പറ്റും. കാലാവധി 1 വർഷം ഉണ്ടോ സാർ? അന്നേരം ഇപ്പൊ 1 കൊല്ലം കാലാവധി വരെയുണ്ട്.
അതുപോലെ തന്നെ എനിക്ക് മേടിച്ചു വിടാമല്ലോ വേണമെങ്കിൽ അല്ലേ? തിരിച്ചു മേടിച്ചു വിടാം. അതിന് നമ്മൾ ഈ ഫുൾ എമൗണ്ട് കൊടുക്കണോ? ഫുൾ എമൗണ്ട് കൊടുക്കണ്ട. നമുക്കിപ്പോ ബുക്ക് ചെയ്യാനായിട്ട് ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 20,000 കൊടുത്താൽ 20,000 ഓൺ ദ സ്പോട്ട് കൊടുത്താൽ ബാക്കി കോൺട്രാക്ട് കഴിയുമ്പോൾ കൊടുക്കണം. ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. നമ്മൾ ഈ ഫോർവേഡ് ചെയ്താലും നമുക്ക് ഏത് സ്പോട്ടിൽ വേണേലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഒരു കൊല്ലം അപ്പുറം ഉള്ളൊരു കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്റ്റ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നു വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ ബൈങ് റേറ്റ് വല്ലാണ്ട് താന്നെന്ന് വിചാരിച്ചു. നമുക്ക് ഇപ്പോൾ ആ താന്ന ബൈങ് റേറ്റിന് സാധനം വാങ്ങിച്ചുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ലാഭം എടുക്കാം. അതായത് സ്പെക്കുലേഷൻ. ഷെയർ മാർക്കറ്റ് പോലെയൊക്കെ തന്നെ സ്പെക്കുലേഷൻ. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഷെയർ മാർക്കറ്റ്. ഓക്കെ, അത് ട്രേഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ സാർ. മറ്റേത് മറ്റേ ഇത് നടക്കുന്നത് തന്നെ, നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതുപോലെ ഫോർവേഡ് ബൈയിങ് കോൺട്രാക്ട്, ഫോർവേഡ് സെല്ലിംഗ് കോൺട്രാക്ട്, 2 കോൺട്രാക്ട്. ഇനി ഇതിന്റെ റേറ്റുകൾ, പല ടൈപ്പ് റേറ്റുകളുണ്ട്. നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഇതിൽ പോകുമ്പോഴത്തേനും നമ്മളെ റേറ്റുകളുള്ള ടൈപ്പ് ഏതൊക്കെയാണ്? ഒന്നിന്റെ പേരാണ് കറൻസി റേറ്റ്. കറൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡോളർ കറൻസി തന്നെ കൊണ്ട് കൊടുക്കുകയാണ്, അതിന് എത്ര രൂപ തരും? അതാണ് കറൻസി റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. കറൻസിയുടെ റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്. ഓക്കെ, രണ്ടാമത്തെ റേറ്റ് ആണ് DD ഓർ TT റേറ്റ്. ഇത് നമ്മളൊരു ചെക്ക് കൊണ്ട്, ഡോളറിന്റെ ചെക്ക കൊണ്ട് കൊടുക്കണ ഈ TT ഓർ DD റേറ്റ് അപ്ലൈ ചെയ്യും. അത് കമ്പയറബിളി ബെറ്റർ റേറ്റ്, ഏറ്റവും നല്ല റേറ്റ് അതാണ്. നമുക്ക് വിദേശത്തു നിന്ന് ഒരാൾ കുറെ ഫണ്ട് ഇങ്ങോട്ട് അയച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് TT റേറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. അതിൻ്റെ കമ്പയറബിളി ബെറ്റർ റേറ്റ്. ഇനി മറ്റൊരു ഇതാണ് ബിൽ റേറ്റ്. ബിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പോർട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആ ബില്ലിന് വരുന്ന ആ റേറ്റ് ആണ്, ദാറ്റ് ഇസ് ബിൽ റേറ്റ്. ബിൽ റേറ്റ് കുറച്ച് ലെസ്സാണ് കമ്പയർ. ഇതാണ് ഈ ടൈപ്പ് റേറ്റ് ഉണ്ട്. ഇനി അതുകൂടാതെ വേറൊരു റേറ്റ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ട്രാവലേഴ്സ് ചെക്ക് റേറ്റ്. ട്രാവലേഴ്സ് ചെക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ അതിനുള്ള റേറ്റ്, അതും ഈ TT റേറ്റിനേക്കാളും വ്യത്യാസമുള്ള റേറ്റ്. ഓക്കെ, ഇനി ആ റേറ്റിന്റെ ഒരു ഓതറൈസ്ഡ് ഡീലർ ഇതിനെപ്പറ്റിയുള്ള ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു കാർഡ് റേറ്റിനെ പറ്റിയുള്ള സാധനം, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാമല്ലോ അല്ലേ? കാണാൻ നമുക്ക് നോക്കിയാൽ അറിയാം. ഇത് നോക്കിക്കേ, USD എടുത്തു, ഇതിനകത്ത് TT എന്ന് പറഞ്ഞാൽ 74, 69, 25 ഉണ്ട്. നേരെ മറിച്ച് അതിന്റെ ബിൽ റേറ്റിംഗ് എത്രയാ? 74. സെല്ലിംഗ് റേറ്റ് വരുമ്പോൾ കൂടുതൽ വരും, ബൈങ് റേറ്റ് ആകുമ്പോൾ കുറച്ചും വരും. ഇത് റിവേഴ്സാ. ഇവിടെ നോക്കിയാൽ സെല്ലിംഗ് നോക്കി, TTയുടെ റേറ്റ് 73.96, ബില്ല് 73.91. മാറിപ്പോയി. അതിലേക്ക് ഇനി വരണ, ഇനി ഇതുകൂടെ ബാക്ക് ആരോ പ്രസ് ചെയ്താൽ മതി. ബാക്ക് ആരോ ചെയ്താൽ മതിയായിരുന്നല്ലേ? അത് എനിക്ക് അറിയാൻ പെട്ടെന്ന് വരാതെ. ബാക്ക് ആരോ, അത് മതിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ 73.96. ഇത് കാണാമോ? വന്നില്ലേ? സ്ക്രീൻ ഷെയർ ഒന്നുകൂടെ ചെയ്യണമായിരിക്കും. സ്ക്രീൻ ഷെയർ വന്നില്ല. ആണോ? ഒന്നുകൂടെ ചെയ്യണമായിരിക്കും സ്ക്രീൻ ഷെയർ. ഒന്നുകൂടെ ചെയ്യണം. ഓക്കെ, നോക്കാം. ഓക്കെ, ഷെയർ ഒന്നുകൂടെ ചെയ്യാം. ഷെയർ അതിനെ കാണുന്നുണ്ട്. ഷെയർ വരുന്നുണ്ട്, വന്നില്ല. ഇനി സാർ ഫയല് ക്ലിക്ക് ചെയ്തു, സ്ക്രീൻ കാണാം. ഫയൽ എടുക്കണം.
ലാസ്റ്റ് സ്ലൈഡിന് മുമ്പത്തെ താഴെ സ്ലൈഡ് വന്നിട്ട് കറണ്ട് സ്ലൈഡ് എടുത്താൽ ഏറ്റവും താഴെ വരും. ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീനെ ക്ലിക്ക് ചെയ്യുക സർ. ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീനിലുള്ള ആ ഇത് വലിക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ആ കഴ്സർ താഴോട്ട് വലിക്കുക. താഴേക്ക് വലിക്കുക. ആ ഏറ്റവും താഴോട്ട് വരട്ടെ. അല്ലെ അവിടെ ഒരു കഴ്സർ ഉണ്ട് റൈറ്റ് സൈഡിൽ. അത് അങ്ങ് പോട്ടെ. ഏറ്റവും യെസ് യെസ്. കുഴപ്പമില്ല. ഇനിയിപ്പോ ഇനി എൻ്റർ ചെയ്തു. ഒരു സമ്മറി ആയി. അതെ, റീക്യാപ്പ് ആയി. Type of rates. Type of rate. Type of rates. Okay. ഇത് തന്നെ കണ്ടോ? ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇത് കണ്ടില്ലേ? 73.96 TT റേറ്റ് കിട്ടും. ബില്ലാകുമ്പോ 73.91 കിട്ടും. DC ആകുമ്പോ 73.20. അപ്പൊ ഏറ്റവും നല്ല റേറ്റ് ഏതാ? 96. ഇതാണ് നമ്മുടെ ഈ ഡോളർ ഉണ്ട് അത് കൊടുത്താൽ കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മുടെ റുപ്പിയ ഉണ്ട് നമ്മൾ ഡോളറെ വാങ്ങിക്കണ്ടെങ്കിൽ നോക്കി TTക്ക് ഏറ്റവും കൂടുതൽ റേറ്റ്. ഇതിന്റെ നേരെ റിവേഴ്സാണ്. ബില്ലിന് അതിനേക്കാൾ കൂടിയത്, മറ്റേ TCക്ക് അതിനേക്കാൾ കൂടുതൽ. ഈ രീതിയിലാണ് ഇത് വരുന്നത്. മേടിക്കുന്നവന് ഒരിക്കലും നഷ്ടം ഉണ്ടാകാത്ത രീതിയിലെ കാര്യങ്ങൾ നടക്കും. മേടിക്കുന്നവൻ ഒരിക്കലും ഇല്ലാതെ നഷ്ടം വരാൻ പാടില്ല. കാരണം ബാങ്കുകൾ അല്ലെ ഓതറൈസ്ഡ് ഡീലർ അവൻ എപ്പോഴും ലാഭം ഇട്ടുകൊണ്ടേ ചെയ്യും. ഇതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ ബാങ്കുകൾക്കും ഇന്ന പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഇന്ന ഏതെങ്കിലും കറൻസി ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ നോസ്ട്രോ അക്കൗണ്ട് എടുത്ത് അതിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിപ്പോ ഒരു ബാങ്കിന്റെ ഒരു ഓതറൈസ്ഡ് ഡീലറുടെ ലിസ്റ്റാണ്. ആ ഡീലർക്ക് ഇത്രയും കറൻസിയുടെയാണ് പൊസിഷൻസ് ഉള്ളത്. മനസ്സിലായോ? US ഡോളർ ഉണ്ട്, GBP ഉണ്ട്, യൂറോ ഉണ്ട്, ജാപ്പനീസ് യെൻ ഉണ്ട്, മറ്റേ സ്വിസ് ഫ്രാങ്ക് ഉണ്ട്, സ്വീഡിഷ് കോർണർ ഉണ്ട്, കനേഡിയൻ ഡോളർ ഉണ്ട്, ആസ്ട്രേലിയൻ ഡോളർ ഉണ്ട്, സിംഗപ്പൂർ ഡോളർ ഉണ്ട്, HKD ഉണ്ട്, AED ഉണ്ട്, അതായത് അറബ് ദിർഹം. അപ്പൊ ഇത്രയും കറൻസി അവർക്ക് നേരിട്ട് നടത്താൻ പറ്റും. അല്ലാത്ത ഏതെങ്കിലും ഒരു കറൻസി നടത്തണമെങ്കിൽ വേറെ ഈ പൊസിഷൻ ഉള്ള ഒരു ആളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് വേണം റേറ്റ് നടത്താം. അല്ലെ അവർ പറയും ഞങ്ങൾക്ക് പോയി ഇതിന് പൊസിഷൻ ഇല്ല, ഞങ്ങൾ എടുക്കില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ അവിടെ പോയി എടുക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ ഈ സംവിധാനം. ഈ രീതിയിലാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഏതാണ്ട് ഇത് വരെയാണ് നമ്മുടെ സമയം കുറയായി. ഇനി നമ്മൾ ഇതിന്റെ സമ്മറിയിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന തന്നെയാണ്. ഞാൻ അതിനകത്ത് പറ്റിയല്ലോ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇനി നമ്മൾ ഇതിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് മെക്കാനിസം ഉണ്ട്. അത് നമുക്ക് പിന്നെ വേറൊരു ദിവസം എടുക്കാം. ഈ മെക്കാനിസം നടക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ മെക്കാനിസം. ഓക്കെ, സമ്മറി നമ്മൾ ആദ്യം പറഞ്ഞു. ഫോറിൻ എക്സ്ചേഞ്ച് എന്താന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ ആക്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓതറൈസ്ഡ് ഡീലർ ഫെമ. ഓക്കെ, ഓതറൈസ്ഡ് ഡീലർ എന്ന് പറഞ്ഞാൽ ആരാണ്? നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നോസ്ട്രോ നമുക്ക് അവിടെ വേറൊരു കറൻസിയിലുള്ള ഫോറിൻ കറൻസി, അവിടുത്തെ രാജ്യക്കാർക്ക് ഇവിടെ വന്നുള്ളതാണ് റുപ്പിയിലുള്ള അക്കൗണ്ടാണ് ഓസ്ട്രോ അക്കൗണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താന്ന് പറഞ്ഞു, സെല്ലിംഗ് റേറ്റ് എന്താന്ന് പറഞ്ഞു, ബൈങ് റേറ്റ് എന്താന്ന് പറഞ്ഞു, ക്രോസ് കറൻസി റേറ്റ് പറഞ്ഞു, സ്പോട്ട് റേറ്റ് പറഞ്ഞു, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞു, റേറ്റിന്റെ പല ടൈപ്പ് പറഞ്ഞു, കറൻസി റേറ്റ്, TT റേറ്റ്, ബില്യൺ റേറ്റ്, ട്രാവൽ ചെക്ക് റേറ്റ്, അതിന്റെ ലിസ്റ്റ് കാണിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പം നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും സമയം വളരെ ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ. തോമസ് സാർ, ഫോറക്സ് എന്ന പേരിലുള്ള ഓമന പേരിലുള്ള ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് സാറ് വളരെ കൃത്യമായിട്ട് സംസാരിച്ചു. ഫോറക്സ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഫോം ഫോറിൻ എക്സ്ചേഞ്ച് ആണെന്ന് സത്യം പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സാർ അതിനെക്കുറിച്ചും ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടാകുന്ന പല തലങ്ങളെക്കുറിച്ചും അതിന്റെ മീഡിയം, ഡിമാൻഡ്, സപ്ലൈ, അതുപോലെ അതിന്റെ റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, അതിൻ്റെ അത് RBIയുടെ പവർ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫോറിൻ മാർക്കറ്റുകളെ കുറിച്ചുള്ള ഒരു വിശദീകരണം, ഫോറിൻ
ഫുൾ ഫ്ലെഡ്ജ്ഡ് മണി ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നവർ, അതുപോലെ FEMA, ഫെറ, ഇങ്ങനെ രണ്ട് നിയമങ്ങളെ കുറിച്ചും 1973 ഫെറയും 1999 ഫീമയും FEMAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിന്റെ അതിന്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ നോസ്ട്രോ എന്നും വോസ്ട്രോ എന്നും പറയുന്ന രണ്ട് തരം അക്കൗണ്ടുകളെ കുറിച്ചും, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അതിന്റെ ഡിമാൻഡ്, അതിന്റെ സപ്ലൈ, അധികവും ഫോറിനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോറിനുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, റിമുണറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണ് അതിന്റെ വിലകൾ, റേറ്റ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റേറ്റ് പലതരത്തിലുള്ളത് പറഞ്ഞു. സ്പോട്ട് റേറ്റ്, അതുപോലെ തന്നെ കറൻസി റേറ്റ്, DD അല്ലെങ്കിൽ TT റേറ്റ്, ബിൽ റേറ്റ്, അതുപോലെ ട്രാവലേഴ്സ് ചെക്ക് റേറ്റ്. അപ്പൊ അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ചുമായി സാർ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചോളം 2 പേരാണ് വിദേശത്തുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ പേരുകളൊന്നും കേൾക്കാതെ തന്നെ അവർ നമുക്ക് പൈസ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രമാത്രം ഡീലിങ്സ് അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് സാറിന്റെ ഈ ക്ലാസ്സിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഫെമ നിയമമൊക്കെ അനുസരിച്ചല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യൂട്ടോ. ഒത്തിരി അയക്കാറില്ല സാർ, വളരെ തുച്ഛമായിട്ട് അയക്കത്തുള്ളൂ, കാരണം കുഴപ്പമില്ല. അപ്പൊ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, വളരെ സന്തോഷം. നാളത്തെ ദിവസം നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉലഹന്നാൻ സാറാണ്. സാർ ഒരു പ്രത്യേക വിഷയമാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്, RV ഇൻഡിപെൻഡന്റ്. സാർ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇതിന്റെ ഫീഡ്ബാക്കിലേക്ക് പോകാം പെട്ടെന്ന്. എന്നെ കേൾക്കാമോ സർ? സാർ, നാളെ എൻ്റെ ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ വരുന്നത്. RV ഇൻഡിപെൻഡന്റ്. മനുഷ്യ ചരിത്രം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. എന്നിട്ടും അതിൻ്റെ അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു അവസ്ഥ. അവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യവും നമുക്ക് തന്നെ ഉത്തരവും ലഭിക്കുന്ന ഒരവസ്ഥ. ലോക ചരിത്രത്തെയും ഇന്ത്യ ചരിത്രത്തെയും സ്വന്തം ചരിത്രത്തെയും കൂട്ടിയാണ് ആ ഒരു പരീക്ഷണ സബ്ജക്റ്റ് ഞാൻ സാബു സാറിന്റെ അനുമതിയോടുകൂടി അവതരിപ്പിക്കുന്നത്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരും ഇത് കേൾക്കണം. എന്നിട്ട് അവനവന്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഹോട്ട് സീറ്റിൽ ഇരുത്താന്നാണ് പറയുക, നമ്മളെ ചുട്ടെടുക്കാനായിട്ട്. അങ്ങനെ ഒരു എടുക്കൽ നാളത്തെ ഈ ക്ലാസ്സിൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ. ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. തോമസ് സാറിനോട് നന്ദി രേഖപ്പെടുത്താം. തോമസ് സാറേ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഫോറിൻ എക്സ്ചേഞ്ചോ ഫോറിൻ മണിയോ ഒന്നും ഇല്ലാത്ത ആളാണ്, എങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി സാറിന്റെ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയത്. ഇനി എനിക്ക് സാറിനോട് ഒരു സംശയം ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ. എനിക്കിപ്പോ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റും ഉണ്ട്. ഞാൻ ഈ രൂപ ആയിട്ട് സൂക്ഷിക്കുന്നതിന് പകരം എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഡോളറിന് വില കൂടാം എന്നൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ രൂപ മാറ്റി എനിക്ക് ആ കാനറ ബാങ്കില് ഡോളറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഇടണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടോ? ഒന്നൊരു കാര്യം. പിന്നെ രണ്ടാമത്, അങ്ങനെ കൺവേർട്ട് ചെയ്താൽ ആ ഡോളറിന് പലിശ കിട്ടുമോ? ഈ 2 കാര്യം. അതിന്റെ മറുപടി പറയാം. സാറിന് അത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ആയി സൂക്ഷിക്കണേ സാറേ. അത് വിദേശത്തു നിന്ന് വന്ന ഫണ്ടാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. സാറിന്റെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പി മണി തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്ത മണിയാണ്. ആ മണിക്ക് പറ്റിയല്ലേ. ഇപ്പൊ NRE അക്കൗണ്ടിലുള്ള ഒരു മണി ആയിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഇതിന് അതിന്റെ പരിമിതിയാണ്. ഓക്കെ, അതിന്റെ ഈ റൂളിനകത്ത്, ഫെമയുടെ റൂളിനകത്തുള്ളതാണ്. അത് സാറിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ സാർ, അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു ചോദ്യം ഞാൻ കൂടി ചോദിക്കട്ടെ, ഒരു സംശയമാണ്. ഓക്കെ തോമസ് സാർ, ഇപ്പം ഞാൻ ഫോറിനിലേക്ക് ഒരു ട്രിപ്പ് ലണ്ടനിലേക്ക് പോകുന്നു, ഞാൻ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെ അമേരിക്കയിൽ പോകുന്നു, ഡോളറായിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങി പോയി തിരിച്ചു വന്നു. എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഡോളേഴ്സ് ഉണ്ട്. ആ ഡോളർ ഈ പറഞ്ഞ പോലെ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ആ ഡോളർ സാറിന് അക്കൗണ്ടായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സാറിന്റെ കൈ കുറച്ചു കാലം വേണം നമുക്ക് സൂക്ഷിക്കാം, അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ തരത്തിൽ കൺവേർട്ട് ചെയ്ത് വീണ്ടും പഴയതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡോളറിന്റെ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സാർ. അത്രേ പറ്റുള്ളൂ. അല്ല വേറെ ഏതെങ്കിലും ഒരു കറൻസി ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട്. അത്രേ ഉള്ളൂ. ടൂർ പോകുമ്പോൾ വേറൊരു കറൻസിയാക്കി മാറ്റാം. അത് ചെയ്യും. നമ്മളുടെ കൺവേർഷനേക്കാളും കൂടുതൽ പൈസ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ സാർ?
ഇപ്പൊ നമ്മള് ഇപ്പൊ ചൈനയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഡോളർ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ നേരെ ആ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ, ആ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന ഡോളർ, അതാണ് ഈ ക്രോസ് കറൻസി റേറ്റ് എന്ന് പറയാം. ആ ക്രോസ് കറൻസി റേറ്റിന്റെ മെക്കാനിസം നടക്കുന്നത് ഡോളർ വഴി ആയിരിക്കും ആ റേറ്റ് കൺവേർഷൻ അവർ ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, അതുവഴിയാ നേരിട്ട് ആ രീതിയിൽ. അതാണ് ക്രോസ് കറൻസി. സാർ ഈ ഡോളർ മേടിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള ഈ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡോളർ മേടിക്കുന്നവരുണ്ടല്ലോ, എന്നിട്ട് വിൽക്കുന്നവരുണ്ടല്ലോ, അതെങ്ങനെയാ അതിന്റെ പരിപാടി? അന്നേരം അത് ജിയോജിത്ത് മാതിരി സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ട് സാറേ, ഉണ്ട്. അവർക്ക് അതിന് പ്രത്യേക ഇടപാടുണ്ട്, ജിയോജിത്തിനുണ്ട്. അത് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇങ്ങനെ ഡോളർ മേടിച്ച് വെക്കാൻ പറ്റുമോ? നമുക്ക് ഡോളർ ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്യാം. ഡോളർ ഫിസിക്കലി അല്ല അത് തരുന്നത്, ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്ത് വെക്കാം. അതാ ചോദിച്ചത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. പക്ഷെ ഡോളർ ഒരിക്കലും നമുക്ക് ഡോളറായിട്ട് കിട്ടിയല്ല, ഡോളറായിട്ടല്ല അവർ തരുന്നത്. നമുക്ക് അതിന്റെ ലാഭമോ നഷ്ടമോ കിട്ടും അല്ലേ അവസാനം? ആ ട്രേഡിംഗ് നടക്കും. സാധാരണ ഷെയർ ട്രേഡ് ചെയ്യുന്ന പോലെ. അത് തന്നെ, ഷെയർ ട്രേഡ് പോലെ തന്നെ. തോമസ് സാറെ, ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എനിക്കിതില് ചില അനുഭവങ്ങളുള്ളത്, ഞാൻ എൻ്റെ വിദേശയാത്രകളൊക്കെ നടത്തിയപ്പോൾ ഈ കൊച്ചിയിലുള്ള SBI ആയി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് അവിടുന്ന് ഡോളർ മേടിക്കുകയായിരുന്നു ചെയ്ത്. തിരിച്ചു വരുമ്പോ അങ്ങനെ മൊത്തമായി ചെലവ് ചെയ്ത് തീർത്തില്ല, കുറച്ച് മിച്ചം കൊണ്ടുവന്നു. അപ്പൊ ശ്രീമതി ചോദിച്ചു, നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചാൽ പോരെ അടുത്ത യാത്രക്ക്? ഞാൻ പറഞ്ഞു, പൊന്നെ എനിക്ക് തലവേദന എടുക്കാൻ വയ്യ. ഞാൻ തിരിച്ചു വന്ന അന്ന് തന്നെ, അതിന്റെ അടുത്ത ദിവസം തന്നെ ആ ഡോളർ ഇന്ത്യൻ റുപ്പി ആക്കി രക്ഷപ്പെടുക എന്നൊരു മനസ്സാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത യാത്രയ്ക്ക് പോയപ്പോഴും ഇന്ത്യൻ റുപ്പി കൊടുത്തു, ഡോളർ വാങ്ങി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് കൊണ്ടുവന്ന ആ ഡോളർ ഞാൻ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത യാത്രയ്ക്ക് എനിക്കത് ഉപകാരപ്രദമാകുമായിരുന്നു. അതിന് നമുക്കിങ്ങനെ സൂക്ഷിക്കാവുന്ന ഒരു ദിവസം പരിധിയുണ്ട് സാറേ. ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ വെറുതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, അതിന് എമൗണ്ടിനും ഒരു പരിധിയുണ്ട്. അത്രയൊക്കെ സൂക്ഷിക്കാവൂ, അങ്ങനെ പറ്റുള്ളൂ, അതിനുണ്ട്. ഓക്കെ സർ, താങ്ക് യു. സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയല്ല. ഓക്കെ സർ, താങ്ക് യു. നന്നായിരുന്നു, കുറെ നല്ല ഇൻഫർമേഷൻസ് കിട്ടി. അതെ സാർ, സാറിന് ക്ലാസ് ഇന്നത് വളരെ നന്നായിരുന്നു. ഇന്ന് എനിക്ക് പൊതുവെ അഭിപ്രായം പറയാൻ സമയം കിട്ടാറില്ല. ഏതായാലും ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആവട്ടെ, സാറിന് പറഞ്ഞ് അടങ്ങുമെന്ന് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ കിട്ടി സാർ, നന്നായിട്ട്. ഈ നാസ്ട്രോ ആൻഡ് വേസ്ട്രോ എന്ന് നമുക്ക് ഓസ്ട്രോ എന്ന് നമ്മൾ കേട്ട് ചെയ്തു. നമ്മൾ ശരിക്കും അത് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങിപ്പോയിട്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ആ ബൈയിങ് റേറ്റും സെല്ലിംഗ് റേറ്റിന്റെ ഡിഫറൻസ്, അതുപോലെ ഫെറബോയ് ഫെമ വന്നു, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. സാറ് നന്നായിട്ട് പ്രിപ്പയർ ഉണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും എന്താ പറയേണ്ടത്, ആ ബാങ്കിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഡേ ഓരോ ആഴ്ചയും ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. വളരെ ലൈവ്ലി ആയിട്ട് കൊണ്ടുപോകുന്നു. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നമ്മളെ പോലുള്ള ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ സാർ അത് നല്ല സ്ലൈഡുകളും അതിൻ്റെ വേർഡിങ്സും ഒക്കെ അതേപോലെ വെച്ച് പോകുന്നുണ്ട്. ഗംഭീരം സാർ, വളരെ നന്നായിട്ടുണ്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. താങ്ക് യു സർ. താങ്ക് യു. തോമസ് സാറേ, വളരെ നന്ദിയുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. എനിക്കിപ്പൊന്നും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളായതുകൊണ്ട് കുറച്ച് ആയിരുന്നു. എങ്കിലും എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് ശരിയാണോ ചോദിക്കുന്നത് എനിക്കറിയില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോ NRE അക്കൗണ്ട് ഒരാൾ എടുക്കുമ്പോഴേ ഇവിടെ ഇപ്പം ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിംഗ് അതോറിറ്റി ഉള്ള ബാങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ NRE അക്കൗണ്ട്? അത് അത്രേ പറ്റുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇപ്പോ അമേരിക്കൻ US ഡോളറിൽ ആണ് അദ്ദേഹത്തിന് പേയ്മെന്റ്. അദ്ദേഹത്തിന് അക്കൗണ്ടിലുള്ള US ഡോളറിന്റെ ഉള്ള അക്കൗണ്ടിലുള്ള ബാങ്ക് ഉണ്ടാവില്ല, ആ ബാങ്കിലല്ലേ വരിക ആ പണം. ആ ഡോളർ അദ്ദേഹത്തിന് NREയിലേക്ക് മാറ്റണം. NREയിലേക്ക് മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രൊസീജിയർ അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ബാങ്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആ പാർട്ടിക്ക് അവിടെ റിക്വസ്റ്റ് കൊടുക്കാനുള്ള എങ്ങനെ അത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇത്രയും എമൗണ്ട്, ഇത്ര ഡോളർ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റുമോ ആ ബാങ്കിലേക്ക്? എഴുതി കൊടുക്കാമല്ലോ. അങ്ങനെയാണോ പ്രൊസീജിയർ? അങ്ങനെയാണോ ചെയ്യുക?
ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി അറിയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി അറിയേണ്ട കാര്യമില്ല. സാറിന് പിന്നെ ഈ ഡോളർ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഡോളർ തന്നെ ശരി. ഡോളറായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഇവിടെ NRI-കാരന് വിദേശത്തുള്ള ഒരാൾക്ക് ഇവിടെ അതിന്റെ ഫോറിൻ കറൻസി തന്നെ അക്കൗണ്ട് സൂക്ഷിക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഇന്ത്യൻ റുപ്പീസിൽ തന്നെ വേണം നിർബന്ധമില്ല. ഇവിടെ NRI അക്കൗണ്ട് FCNR എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. അതിനകത്ത് സൂക്ഷിക്കാം അദ്ദേഹത്തിന്, ഫോറിൻ കറൻസി തന്നെ ഡോളറിൽ തന്നെ സൂക്ഷിക്കാം. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. അത് ഇപ്പൊ റേറ്റ് തീർത്ത് കുറവാണെങ്കിൽ പുള്ളി റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. പുള്ളി കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് ഇത് കൂടുമ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം. ഓ അങ്ങനെ അങ്ങനെ. പക്ഷെ അതിന്റെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഇപ്പൊ ഇന്ത്യൻ റുപ്പിയുടെ റേറ്റ് വളരെ കുറവാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. പക്ഷെ ഡോളറിന്റെ റേറ്റ് അത് അമേരിക്കയിലുള്ള റേറ്റുമായിട്ട് താരതമ്യ റേറ്റേ കിട്ടും. 2% 3% ഒക്കെ ഇവിടെ കിട്ടുള്ളൂ, അല്ല 4% ആയിക്കൂടൽ കിട്ടും. ശരി, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരാള് പിന്നെ വിദേശ രാജ്യത്ത് അമേരിക്ക അല്ലാത്ത വേറൊരു വിദേശ രാജ്യത്ത് പോവാണെന്ന് വിചാരിച്ചോ, അപ്പൊ അവിടുത്തെ കോയിനാണല്ലോ അവിടെ വേണ്ടത്. ഇപ്പൊ ഇന്ത്യയിലെ റുപ്പീസ് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡോളർ ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൺവേർട്ട് ചെയ്താൽ മതിയോ, അല്ല ഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ കോയിനായിട്ട് തന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് എടുത്തിട്ട് പോകേണ്ടി വരും അല്ലേ? ഒരു നിർബന്ധവും ഇല്ല, നമുക്ക് ഡോളറും കൂടെ കൊണ്ടുപോകാം. ഗൾഫിലൊക്കെ പോകുന്നവർക്കൊക്കെ ഡോളറായിട്ട് കൊണ്ടുപോയിട്ട് ഡോളർ അവിടെ നിന്ന് മാറ്റിയാൽ മതി. അവിടെ നിന്ന് മാറ്റാം, അങ്ങനെ ചെയ്യാം. ഓ ശരി, ഓക്കെ, താങ്ക് യു സാർ. സാധാരണ ഫോറിനിലുള്ള ആളുകള് അല്ലേ തോമസ് സാർ, ഇവിടെ നമ്മള് ഒരു FCNR ഓപ്പൺ ചെയ്യും, NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, NROയും ഓപ്പൺ അപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യനിലെ ഡീലിങ്സ് നടത്താം, മറ്റത് ഡോളറായിട്ട് തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം. NRO എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിനകത്ത് കൊണ്ടിടാം. NROയിൽ അത് NRIക്ക് അത് ഇടാൻ പറ്റും. അതിൽ നിന്നാണ് പാരന്റ്സിനൊക്കെ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അല്ല, അത് NRI അവർക്ക് വിഡ്രോ ചെയ്യാം. പക്ഷെ അത് അപ്പൊ ഇന്ത്യൻ കറൻസി ആയി വരും അല്ലേ? NRI റുപ്പി എന്ന് പറഞ്ഞാൽ അത് റുപ്പി അക്കൗണ്ട് തന്നെയാണ്. FCNR ആണ് നമുക്ക് അതേപോലെ ഫോറിൻ കറൻസി. പിന്നെ നമ്മള് ഈ ഡോളർ ആണല്ലോ ഈ കൺവെർട്ട് മണിയായിട്ട് കാണുന്നത് നമ്മള് എക്സ്ചേഞ്ചിൽ. അപ്പോ അതിനെ ഓവർടേക്ക് ചെയ്യാനാണല്ലോ ബ്രിക്സ് ബാങ്ക് ഫോം ചെയ്തത്. അപ്പോ അവിടെ ഏത് രീതിയിലാണ് അത് ഡീൽ ചെയ്യുന്നത്? അതുകൊണ്ട് എന്താ നമുക്ക് ഒരു മെച്ചമുണ്ടായത് ആ ബ്രിക്സ് ബാങ്ക്? ഈ പറയുന്ന വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഉദ്ദേശിച്ച മെച്ചങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ യൂറോ അല്ലേ സർ? യൂറോ കറൻസി അല്ലേ അവിടെ ബേസ്? അല്ല, അവരുടെ ബേസ് യൂറോ. അതാണ് യൂറോണ് മണി വാല്യൂ കുറവാണ്. പക്ഷെ അതിന്റെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും യൂറോയ്ക്ക് വാല്യൂ കൂടുതലാണ് അല്ലെ? 100 സിസ്റ്റം. അതുണ്ട്. പക്ഷെ മാർക്കറ്റ് ഇല്ല, അതൊക്കെ റെപ്യൂട്ടേഷൻ ഇല്ല, അങ്ങനെ ആയിരിക്കും. USDയുടെ മാർക്കറ്റ് ഇല്ല, കാരണം മാർക്കറ്റിൽ ഇപ്പോഴും ഡോമിനന്റ് USD തന്നെ, യൂറോയ്ക്ക് ആ വാല്യൂ ഇല്ല. എവിടെ ചെന്നാലും നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. UK അവരെ സ്വീകരിക്കാൻ തയ്യാറായൂല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. അവരിപ്പോഴും GBP നിലനിർത്തിയിരിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ സാറേ? ഇല്ലേ ഞാൻ ഇറങ്ങി, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ സാർ. അപ്പൊ നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് സാർ. ഒരിക്കൽ കൂടി തോമസ് സാർ, വളരെ രസകരമായിരുന്നു. കാരണം ഒരുമാതിരിപ്പെട്ട ആകാംക്ഷയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടു, പല പേരുകളും കേട്ടു. ഞാൻ ഇതിനെപ്പറ്റി ഇതിന്റെ ഒരു ക്ലാസ് കൂടി എടുക്കും സാറേ, അതിനകത്ത് കൂടുതൽ അതിന്റെ മെക്കാനിസം എങ്ങനെയാന്നൊക്കെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ലെഹനാൻ സാറിനൊക്കെ ചെയ്യും കൂടെ. ഓക്കെ.